പഠിപ്പിക്കുകയാണ്. ഓൾ ഓവർ ഇന്ത്യയിലും അബ്രോഡും നമുക്ക് 3000-ലധികം സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ നിലവില് ഈ അസുഖവുമായിട്ടുള്ള ബന്ധം പേഷ്യൻസുമായിട്ടുള്ള ഒരു കണക്ഷനും ട്രീറ്റ് ചെയ്യുന്ന ആളുകളായിട്ടുള്ള കണക്ഷനാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ അറ്റോമി സംസാരിക്കുമ്പോൾ എപ്പോഴും വെൽനസ് മേഖലയിലേക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. നിങ്ങൾക്ക് അറിയാം എന്താണ് കാരണം എന്നുള്ളത്. അപ്പൊ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് രോഗികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ സെഷനിലുള്ള സമയമില്ല എങ്കിൽ ജസ്റ്റ് ഞാൻ സൂചിപ്പിക്കാം. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്ന 60-ലധികം അസുഖങ്ങൾക്ക് മരുന്നുണ്ട് അല്ലെങ്കിൽ ചികിത്സിച്ച് മാറ്റാം എന്നൊരു വ്യക്തി പറഞ്ഞാൽ, ഒരു ഡോക്ടർ പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ പോലും കേസ് എടുക്കാനുള്ള വകുപ്പാണ്. എന്ന് വെച്ചാൽ മാറില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഫാക്ട്. പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റാത്ത അനവധി അസുഖങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഫീൽഡിലേക്ക് ഒന്ന് ടച്ച് ചെയ്യണം. അപ്പൊ എന്തിനാണ് ഒരു എഞ്ചിനീയർ ആയിട്ടുള്ള ഞാൻ ഈ ഫീൽഡ് പഠിക്കുന്നത്? എന്തിനാണ് ഒരു ബാങ്കിലെ ജോലിക്കാരനായി ഞാൻ ഹെൽത്ത് പഠിക്കുന്നത്? ഇതൊന്നും ഇവിടെ ക്വസ്റ്റ്യൻ അല്ല. നമ്മുടെ നോളേജ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ആസ് എ ഹ്യൂമൻ ബീയിങ് ഏത് നോളേജിനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരു തർക്കവും വേണ്ട, അത് ഹെൽത്തിലുള്ള നോളേജാണ്. നമ്മൾ ആരും ആയിക്കൊള്ളട്ടെ, നമ്മൾ കൂലിവേലയ്ക്ക് പോകുന്നവനാവാം, നമ്മൾ വലിയ എഞ്ചിനീയർ ആകാം, നമ്മൾ വലിയ ബിസിനസ്സുകാരനാകാം, നമ്മൾ വലിയ പൊളിറ്റീഷ്യൻ ആകാം, ഇതൊന്നും ഇവിടെ ഇഷ്യൂ അല്ല. കാരണം നമ്മളുടെ പേഷ്യൻസിൽ ഭൂരിഭാഗവും ഇത്തരം രീതിയിൽ ഉന്നത സ്ഥിതിയിൽ ഇരിക്കുന്ന ആളുകൾ. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പൊളിറ്റീഷ്യൻ. നമുക്ക് അങ്ങനെ ഒരു ആ രീതിയിലാണ് സംസാരിക്കാൻ സാധിക്കുള്ളൂ, കാരണം പേരോ കാര്യങ്ങളോ പറയാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നപ്പോൾ അതായത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റാത്ത ഇഷ്യൂ ആണ്. പക്ഷെ ഇന്ന് അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. നമ്മളായിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ആലോചിച്ച് നോക്കണം, ഇപ്പോ അദ്ദേഹം ചിന്തിക്കുന്നത് ഓക്കെ താങ്ക് യു. ഇപ്പോ അദ്ദേഹം ചിന്തിക്കുന്നത് എന്താണെങ്കിൽ എങ്ങനെ എനിക്ക് പഴയ ആരോഗ്യത്തിലേക്ക് പോകാം എന്നുള്ളതാണ്. ആക്ച്വലി ഒരു ഡീജനറേഷൻ ഡിസീസാണ്. ഒരു കാരണവശാലും പഴയ ആരോഗ്യത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റില്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ മൈൻഡ് എന്താണെങ്കിൽ പണവും വേണ്ട, പദവിയും വേണ്ട, പ്രശസ്തിയും വേണ്ട, എന്ത് മതി? ആരോഗ്യം മതി എന്നുള്ളത്. ഇത് അനുഭവത്തിൽ പഠിച്ചതാണ്. അപ്പൊ നമ്മളുടെ കാരണവന്മാര് പറയുന്ന പോലെ കക്കയുടെ സ്വഭാവവും കൊക്കിന്റെ സ്വഭാവവും വ്യത്യാസമുണ്ട്. കൊക്ക് ഈ പറഞ്ഞ പോലെ അനുഭവിച്ചാൽ പഠിക്കും. കാക്ക എന്താണെങ്കിൽ കണ്ടുകൊണ്ട് പഠിക്കും. കണ്ടറിയാം, കൊണ്ടറിയാം. അപ്പോ കണ്ടറിയാനുള്ള ബുദ്ധിയുള്ള മനുഷ്യരാണ് വെൽനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇന്ന് ചികിത്സാ ശാഖകൾ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ തന്നെ 150-ലധികം ചികിത്സാ ശാഖകളുണ്ട്. എത്ര പേർക്കറിയാം? നമുക്കറിയാവുന്ന എന്താണ്? അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം, സിദ്ധ, യുനാനി, കഴിഞ്ഞു അക്യുപഞ്ചർ, അക്യുപ്രഷർ, മർമ്മ, ആയുർവേദ, അങ്ങനെ മാക്സിമം 10-15 ശാഖകളെ പറ്റി മാത്രമേ നമുക്കറിയുള്ളൂ. പക്ഷെ നമ്മൾ ധരിച്ചിരിക്കുന്ന എന്താണ്? ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ്. ആക്ച്വലി ഞാൻ എൻ്റെ മൈൻഡ് ഓപ്പൺ ആയത് ഇത്തരം രീതിയിലേക്ക് ഒരു മാറ്റം, ഞാൻ മോഡേൺ മെഡിസിനിൽ നിന്നും ഈ ഇന്റഗ്രേറ്റഡ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറിയപ്പോഴാണ്. പല മഹാന്മാരും പറയൂ, സംഗീതം പഠിച്ചവരെന്താ പറയാ, സംഗീതം എന്നുള്ളത് കടല് പോലെയാണെന്ന് പറയും. പഠിച്ചു വരുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. പക്ഷെ പുറമെ നിൽക്കുന്നവരെന്ത് പറയും? ഇത് വളരെ സിമ്പിൾ ആണ്. അപ്പോ ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് നിർവചിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അത് അനുഭവത്തിൽ വന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ ബെറ്റർ അനാരോഗ്യം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെ നോക്കി പഠിക്കുക. എങ്ങനെയാണ് അനാരോഗ്യത്തിലേക്ക് അവർ പോയത്? ഇന്ന് ഡിസീസ്, അസുഖം എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ്. അസുഖം റിയൽ ആയിട്ടുള്ള ഡിസീസും ലൈഫ് സ്റ്റൈൽ ഡിസീസും ആണുള്ളത്. അപ്പൊ എന്താണ് ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഉത്തരവാദിത്വം ഒരു പക്ഷെ നമുക്ക് തന്നെയാണ്. റിയൽ ഡിസീസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം നമുക്കായിരിക്കില്ല. എന്ന് വെച്ചാൽ എത്ര നമ്മൾ ശ്രദ്ധിച്ച് ജീവിച്ചാലും ചില സമയത്ത്, ചില ഏജിൽ, ചില സമയത്ത് നമുക്കൊരു അസുഖം വരും. അത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് വിഷയത്തിലേക്ക് പോകണം. എങ്കിൽ ഇത്ര മനസ്സിലാക്കുക, നിങ്ങളും കണ്ടിട്ടുണ്ടാകും, പലരും വളരെ ചിട്ടയായി ജീവിച്ചിട്ട് പോലും 52 വയസ്സിൽ അയാൾക്ക് അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ ഒരു ക്യാൻസർ വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്നു എന്ന് പറയുമ്പോൾ അതിന് ഒരു വിധി എന്ന് പറഞ്ഞാൽ പലരും അക്സെപ്റ്റ് ചെയ്യില്ല. എങ്കിലും ഞാൻ പറയട്ടെ, ഇതൊക്കെയാണ് റിയൽ ഡിസീസ്. അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടല്ല. പക്ഷെ നമ്മളുടെ കുഴപ്പം കൊണ്ട് അങ്ങനെ വരുന്ന ഡിസീസുകൾ
ലെസ് ദാൻ 10% എന്നൊക്കെ പറയാം. 100 രോഗികൾ ഉണ്ടെങ്കിൽ 10ൽ താഴെ രോഗികൾക്കാണ് അങ്ങനെ യഥാർത്ഥ ഡിസീസ് വരുന്നുള്ളൂ. ആ യഥാർത്ഥ ഡിസീസ് വന്ന ഒരാളെ ചികിത്സിച്ച് മാറ്റുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. നമുക്കറിയാം, വളരെ പണമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പോലും ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത ഡിസീസ്. MND ഡിസീസ് നമുക്ക് അറിയാവുന്നതാണ്, മോട്ടോന്യൂറോൺ ഡിസീസ്. അപ്പോൾ അത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം കേസുകൾ, ഈ ഓട്ടോമിൻ ഡിസീസോ അത്തരം കേസുകളോ വന്നു കഴിഞ്ഞാൽ ഈവൻ പണമോ പ്രശസ്തിയോ ഒന്നും പ്രശ്നമല്ല, ഇവിടെ നമുക്കത് ട്രീറ്റ് ചെയ്താൽ പോലും രക്ഷപ്പെടാത്ത അവസ്ഥ. അത് 10% താഴെ എന്ന് പറഞ്ഞാൽ അതവിടെ മാറ്റി നിർത്തണം. അപ്പൊ 90%, മോർ ദാൻ 80% ഡിസീസിനെയും വരുന്നത് ലൈഫ് സ്റ്റൈലാണ്. ഇവിടെയാണ് നമ്മുടെ പ്രസക്തി. ഇവിടെ പ്രസക്തി എന്ന് പറഞ്ഞാൽ റിയലി ആരോഗ്യത്തെ പറ്റി പഠിച്ച ഒരു വ്യക്തി അറ്റോമി ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കുതിരയ്ക്ക് കൊമ്പ് മുളച്ചാൽ എന്താകും? സിമ്പിൾ. അറ്റോമിയില് നിറയെ, അറ്റോമിയുടെ ആവനാഴിയിൽ നിറയെ അമൂല്യങ്ങളായിട്ടുള്ള അസ്ത്രങ്ങളുണ്ട്. അമൂല്യങ്ങളാണ്, വെരി പവർഫുൾ, മോണോപ്പൊളി. ഇപ്പോ അറ്റോമി ബിസിനസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ശരിക്കും ശക്തമായിട്ട് നിൽക്കാൻ സാധിക്കും. ആരുടെ മുൻപിലും നെഞ്ച് വിരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അഹംഭാവം കൊണ്ടല്ല കേട്ടോ. നമുക്ക് ആരുടെ മുന്നിലും തല കുനിക്കാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. കാരണം സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒമേഗ 3 ഞാൻ കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാൻ നമ്മളുടെ ട്രീറ്റ്മെന്റ് മെത്തേഡിൽ ഉപയോഗിക്കുന്നതാണ്. ഒരുപാട് ഹാർട്ട് പേഷ്യൻസിന്, ഹെയർ പ്രോബ്ലത്തിന്, സ്കിൻ ഇഷ്യൂസിന്. കാരണം ഈ ഒട്ടുമിക്ക കേസുകളും ക്രോണിക് കേസുകളാണ് നമ്മളെ സംബന്ധിച്ച് ഡീല് ചെയ്യാനൊരു, ഇത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്ന് തന്നെ പറയാം. അപ്പൊ എനിക്ക് അറിവ് കൂടുതലായിട്ടോ എൻ്റെ കഴിവ് കൂടുതലായിട്ടോ ഒന്നുമല്ല, ഞാൻ പോകുന്ന വഴി കുറച്ച് ബെറ്റർ ആണ്. ആ വഴിയിൽ ഇത്തരം ഒരിക്കലും മാറില്ല എന്ന് പറയുന്ന അസുഖങ്ങൾക്ക് മാറ്റം വരും. ഒരു മെഡിസിനും നമ്മൾ കൊടുക്കുന്നില്ല, ഇന്റഗ്രേറ്റഡ് സിസ്റ്റത്തിലാണ് പോകുന്നത്. അപ്പോ ഈ ഒമേഗ 3 എന്താണെന്ന് സ്വന്തമായിട്ട് അനുഭവിച്ചറിയുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് ഞാൻ റെഫർ ചെയ്യുന്ന ഒമേഗ 3 2500 ചില്ലാൻ രൂപയാണ്. 60 സോഫ്റ്റ് ജെല്ല്, ഹൈ ക്വാളിറ്റിയാണ്. ഇതിനേക്കാൾ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് അലാസ്ക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ലഭിക്കുന്ന ഒമേഗ 3 കുറച്ചുകൂടെ എന്ന് വെച്ചാൽ വേൾഡിലെ ഏറ്റവും ഹൈ ക്വാളിറ്റി. ഈ ഒമേഗ 3 ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലെസ് ദാൻ 2000 റുപ്പീസ് ആണ് ഇതിന്റെ MRP. 2600 രൂപയ്ക്ക് 60 സോഫ്റ്റ് ജെല്ലും 2000 രൂപയ്ക്ക് അതിനേക്കാൾ മേന്മയുള്ള 180 സോഫ്റ്റ് ജെല്ലും ലഭിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് മീൻസ് കൺവിൻസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, അപ്പൊ എന്താണ് ഇവിടെ വിഷയം? കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ, അറ്റോമിയില് നമ്മൾ ആരും ക്യാൻവാസിങ് ടെക്നോളജി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ക്യാൻവാസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചാക്കിട്ട് പിടിക്കുക എന്നൊക്കെ പറയും, ചാക്കിട്ട് പിടിക്കുക. അതിന്റെ ആവശ്യമില്ല. നമ്മൾ വളരെ കൂളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് അറിവോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു 100 ദിവസത്തെ വർക്ക് കൊണ്ട് മിനിമം നമ്മൾ മാസ്റ്റർഷിപ്പ് ലെവലിലേക്ക് എത്തും. അപ്പൊ അതിന് വെൽനെസ് വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആരോഗ്യം എന്താണെന്ന് ഒരു വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിരുന്നു 2 വർഷം മുൻപ്. അപ്പൊ അന്ന് ആളുകൾ പറയുന്നത്, ഞാൻ ആരോഗ്യവാനാണ്, അസുഖം വരുമ്പോഴല്ലേ, അപ്പോൾ ചിന്തിക്കാം. പിന്നെ അദ്ദേഹത്തിനോട് എന്താ നമുക്ക് പറയാൻ പറ്റുക? അസുഖം വരുമ്പോൾ ചിന്തിക്കാം. പക്ഷെ അദ്ദേഹം പറയുന്ന എത്രയോ വലിയ മണ്ടത്തരാണ്. ഒരു അസുഖം എന്നുള്ളത് ഒരു ക്രോണിക് ഡിസീസ് ആണെങ്കിൽ ഈ ഡിസീസ് നമുക്ക് ഫീലിംഗ്, നമ്മുടെ മേല് അതിന്റെ സിംറ്റംസ് അറിയുന്നത് അസുഖം ഡെപ്തില് ഉള്ളിലേക്ക് വന്നതിന് ശേഷമാണ് സിംറ്റംസ് പുറത്തേക്ക് വരും. അപ്പൊ ഒരു അസുഖത്തിന്റെ തുടക്കത്തിലേ നമുക്കത് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അതിനെ പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പൊ ഡയബറ്റീസ് ആണെങ്കിലും നമുക്ക് വരാൻ പോകുന്നു എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാനുള്ള ടെക്നിക്കുകളുണ്ട്. ഞാൻ മോഡേൺ ടെക്നോളജി അല്ല പറയുന്നത്. മോഡേൺ ടെക്നോളജി നമുക്ക് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത്. പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ റിപ്പോർട്ട് വന്ന് അങ്ങനെ അറിയണമെങ്കിൽ ഈ സിംറ്റംസ് പുറത്തേക്ക് വന്നതിന് ശേഷമാണ് അത് വരുന്നത്. ഓക്കെ, അപ്പോ ഇനീഷ്യൽ സിംറ്റംസ് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു കഴിവുണ്ടെങ്കിൽ
ഇതൊക്കെ നമ്മുടെ പരമ്പരാഗതമായിട്ട് നമ്മുടെ പാരമ്പര്യമായിട്ടൊക്കെ ഉള്ള ആളുകൾക്ക് അത് ഉണ്ടായിരുന്നു. അതിനെല്ലാം നമ്മൾ ചവിട്ടി മതിച്ചുകൊണ്ട് നശിപ്പിച്ച് കളഞ്ഞതിന്റെ പ്രശ്നം ഇപ്പൊ ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്നല്ല വീണ്ടും നമുക്ക് അതേ രീതിയിലേക്ക് മോഡേൺ ലെവലിൽ തന്നെ നമുക്ക് പരിശോധന രീതികളൊക്കെ ഉണ്ട്. മോഡേൺ ലെവലിൽ ഡയഗ്നോസ് ചെയ്യാം. വെറുതെ നാക്ക് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം കൊറോണ കാലഘട്ടമാണ്. ഇപ്പൊ ഞാൻ പേഷ്യന്റിനെ ഡീൽ ചെയ്യുന്നത് കംപ്ലീറ്റ് വാട്സാപ്പിലൂടെ ഫോട്ടോ, നാക്കിന്റെ ഫോട്ടോ അയക്കാൻ പറയും, കണ്ണിന്റെ ഫോട്ടോ അയക്കാൻ പറയും, ചെവിയുടെ ഫോട്ടോ അയക്കാൻ പറയും, കാൽപാദം. ഇനഫ്. ഈ വ്യക്തി എന്താണെന്ന് 80% നമുക്ക് അങ്ങോട്ട് പറയാം. ആ വ്യക്തിയായിട്ട് ഒന്നും സംസാരിക്കണ്ട. അപ്പൊ ഈ പേഷ്യന്റ് ഞെട്ടിപ്പോവും. എന്താണ്, ഇവര് പല ടെസ്റ്റുകളും ചെയ്തിട്ടും ഇല്ലാത്ത റിസൾട്ട് ആണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം സിംറ്റംസ് അവർക്കുണ്ട്. നിങ്ങൾക്ക് ഇന്ന സിംറ്റംസ് ഇല്ലേ? കറക്റ്റ് ആണ്. ഇന്ന സിംറ്റംസ് ഇല്ലേ? കറക്റ്റ് ആണ്. ഇന്ന സിംറ്റംസ് ഇല്ലേ? ആ ഒരു ടെക്നോളജിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചാടി മരിച്ച് ഒന്നും ബിസിനസ് ചെയ്യേണ്ട, വളരെ കൂളായിട്ട് ആളുകളെ സഹായിക്കാൻ തയ്യാറായാൽ, പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ഒരു കാരണവശാലും മാറില്ല എന്ന് പറയുന്ന അസുഖങ്ങളുമായിട്ട് മല്ലടിക്കുന്ന ആളുകൾക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ. സാറിന്റെ സൗണ്ട് മ്യൂട്ട് ആയി. ഒരു കോള് വന്നായിരുന്നു, അതുകൊണ്ടാണ്. ആ ഒരു ആശ്വാസം കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം 1 കോടി രൂപ നമുക്ക് ലോട്ടറി കിട്ടിയാലും ലഭിക്കില്ല. ഇവിടെയാണ് നമുക്ക് ആക്ച്വലി ലൈഫ്, നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്, ജീവിതത്തിന്റെ എയിം എന്താണെന്ന് ചോദിച്ചാൽ പലരും കൺഫ്യൂഷൻ ആവും, ചിന്തിക്കേണ്ടി വരും. എന്താണ് നമ്മുടെ ലൈഫിലെ എയിം എന്നുള്ളത്? ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഉള്ള ഒരു ക്ലാസ് ആണെങ്കിൽ ഇപ്പൊ തന്നെ ആൻസർ പറയിക്കാമായിരുന്നു. പക്ഷെ നമുക്കതിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തരം ഞാൻ പറയുന്നു, ഒരു 1 വേർഡ് ആണ് ലൈഫ് എന്നുള്ളത്. എന്താണ് നമ്മുടെ ലൈഫിന്റെ ഉദ്ദേശം? വെരി സിമ്പിൾ. സന്തോഷത്തോടു കൂടി ജീവിക്കുക. പലരും അറ്റോമിയിൽ വന്നിരിക്കുന്നത് പണം ഉണ്ടാക്കാനല്ലേ? യെസ്. പദവി നേടാനല്ലേ? യെസ്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? നമുക്ക് ലൈഫിൽ സന്തോഷം ലഭിക്കാനാണ്. വെരി സിമ്പിൾ. അപ്പൊ നമ്മളുടെ ലൈഫിൽ സന്തോഷം ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇനഫ്. നിങ്ങൾക്ക് പണം ഉണ്ടാകുമ്പോഴാണോ സന്തോഷം? ഇല്ല, അതൊന്നും പ്രശ്നമില്ല. മൈൻഡിന് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടോ? നിങ്ങൾക്ക് അത് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യു ആർ ലക്കി പേഴ്സൺ. അങ്ങനെ വരുമ്പോൾ ഞാൻ സംശയം ചോദിക്കുകയാണ്, ഒരു അസുഖമായിട്ട് മല്ലടിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളിലൂടെ സാധിച്ചാൽ നമ്മളുടെ മൈൻഡിന് അതൊരു വളരെ സന്തോഷം തരുന്ന കാര്യമല്ലേ? തീർച്ചയായിട്ടും ഇതിലേക്ക് ഫോക്കസ് ചെയ്യും. ഇപ്പൊ സോറിയാസിസ് എന്ന് പറയുന്ന അസുഖമൊക്കെ വളരെ നമുക്കറിയാം ക്രോണിക് ഡിസീസാണ്, ഡീജനറേഷൻ ആണ്, അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. ഇതും പരിപൂർണമായി മാറുന്ന അസുഖങ്ങളുടെ പട്ടികയിൽ പെട്ടതല്ല. എന്ന് വെച്ചാൽ പരിപൂർണമായിട്ട് മാറില്ല എന്ന് പറയുന്ന അസുഖത്തിൽ പെട്ടതാണ്. 2 ആഴ്ച കൊണ്ടൊക്കെ നമുക്ക് അതിൽ ചേഞ്ചസ് കൊടുക്കാൻ സാധിക്കും. 2 വീക്സ് അല്ലെങ്കിൽ അടുത്ത 24 അവേഴ്സിൽ അവർക്ക് മാറ്റങ്ങൾ ഫീൽ ചെയ്യും. ലിവർ ഇഷ്യൂസ്, തൈറോയിഡ് ഇഷ്യൂസ്, പ്രോസ്റ്റേറ്റ് ഇഷ്യൂസ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ സപ്ലിമെന്റും നമുക്ക് കമ്പനി ഇറക്കുന്നുണ്ട്. ഈ സപ്ലിമെന്റ് ശരിക്കും പഠിച്ച് ഒരല്പം ഹെൽത്തിന് നോളജ് കൂടെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഏത് കേസും നമുക്ക് ഡീൽ ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് റിസ്ക് വരുന്നില്ല. എന്താണ് അറ്റോമിയുടെ അഡ്വാൻറ്റേജ്? ഹെൽത്തിനെ പറ്റി പഠിച്ച് ഒരു അഡ്വൈസ് നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ ആ പ്രൊഡക്റ്റ് നമ്മളെടുത്ത് അവർ ചോദിക്കും, നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നെവർ. ജസ്റ്റ് നമ്മളൊരു കൺസ്യൂമർ ആക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒരു കൺസ്യൂമർഷിപ്പ് എടുത്തു കൊടുക്കുക. സിമ്പിൾ. ഒരു കാരണവശാലും നമ്മളൊരു നെറ്റ്വർക്ക് ലെവലിൽ അല്ല ഡെവലപ്പ് ചെയ്യേണ്ടത്. കൺസ്യൂമേഴ്സ് ക്രിയേഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കൺസ്യൂമർ ക്രിയേറ്റ് ചെയ്യുക, ആവശ്യക്കാരനെ കണ്ടെത്തുക. ആവശ്യക്കാരാണ് എല്ലാവരും. അറ്റോമി ആവശ്യമില്ല എന്ന് പറയണമെങ്കിൽ ആ വ്യക്തിക്ക് ഉൽപ്പന്നങ്ങൾ ഒന്നും എൻ്റെ വീട്ടിലേക്ക് ആവശ്യമില്ല, വെളിയിൽ നിന്ന് ഒരു സാധനം എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അറ്റോമി സ്യൂട്ടബിൾ അല്ല. ആരോഗ്യപരമായിട്ട് ഞാനും എൻ്റെ കുടുംബവും ഒരു പ്രോബ്ലവും ഫേസ് ചെയ്യുന്നില്ല, ഈ വ്യക്തിക്കും ഈ കുടുംബത്തിനും അറ്റോമി സ്യൂട്ടബിൾ അല്ല. ഈ 2 വിഭാഗത്തിനെ നിങ്ങൾ ഒഴിവാക്കിക്കോളൂ. ബാക്കി എല്ലാ വിഭാഗത്തിനും സെലക്ട് ചെയ്യാം, എക്സെപ്റ്റ് നെഗറ്റീവ് തോട്ട്സ് ഉള്ള ആളുകൾ. ഈ പ്രകൃതി എന്ന് പറയുന്നത് തന്നെ 100% അല്ല, 100% റൈറ്റ് അല്ല. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, അങ്ങനെ ഒരു കാര്യത്തിന് നിലനിൽപ്പില്ല.
നമ്മളിൽ ആരെങ്കിലും 100% പെർഫെക്റ്റ് ആണെങ്കിൽ ഞാൻ പറയുന്നു 40 വയസ്സിനുള്ളിൽ നിങ്ങൾ ഈ ലോകം വിട്ടു പോയിട്ടുണ്ടാവും. അപ്പൊ 40 വയസ്സിന് മേലെ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ 100% പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ദയവ് ചെയ്ത് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തിനെയോ ഈ നമ്മളെയോ നമ്മളെ വീട്ടുകാരെയോ കാണരുത്. മാരേജ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ, വൈഫിനെ പറ്റി ചിന്തിച്ചു നോക്കൂ. പലർക്കും ഉള്ളിൽ പ്രശ്നമായി. അപ്പോ വൈഫ് അങ്ങനെയാണ്, എന്താ കാരണം? വൈഫ് നമ്മളെ പറ്റി ചിന്തിച്ചു നോക്കൂ. അപ്പൊ നമ്മൾ എങ്ങനെയാണ്? 100% അല്ല. അപ്പൊ അതുകൊണ്ട് അറ്റോമി ബിസിനസ്സിലേക്ക് ഞാൻ 100 പേരെ ലിസ്റ്റ് സെലക്ട് ചെയ്താൽ 100 പേരും വരണം എന്ന് ചാട്ടി പിടിക്കണോ? പക്ഷേ 80 പേരെയും നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. എന്തുണ്ടെങ്കിൽ? നോളജ് ഉണ്ടെങ്കിൽ. യെസ്. അപ്പോ ഈ വെൽനസ് എന്നുള്ളത് എന്താണ്? നമ്മൾ പറഞ്ഞു ആരോഗ്യത്തോടു കൂടി ഇരിക്കുക എന്നുള്ളത്. അപ്പൊ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആരോഗ്യം നമുക്ക് 3 രീതിയിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, ജന്മനാ കിട്ടുന്ന ഒരു ആരോഗ്യം. വളരെ ഹെൽത്തി ആയിട്ടുള്ള പേരൻസ് ആണെന്ന് വിചാരിക്കും, ഭയങ്കര ആരോഗ്യമുള്ള പേരൻസ് ആണെങ്കിൽ അവർക്ക് ജനിക്കുന്ന കുട്ടികൾക്കും ആരോഗ്യം ഉണ്ടായിരിക്കും. 100% അല്ല, ഒരു 95% നല്ല ആരോഗ്യമുള്ള കുട്ടികളാണ് ജനിക്കുക. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവിടെയാണ് നമ്മൾ പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഇവർ മദ്യം കഴിക്കും, ഇവർ തോന്നിയ ഫുഡ് കഴിക്കും, തോന്നിയ പോലെ ജീവിക്കും, നോ പ്രോബ്ലം. ഇനി ഹെൽത്ത് കുറഞ്ഞൊരു ഫാമിലിയിൽ ജനിക്കുന്ന കൊച്ചാണെങ്കിൽ 95% അവർക്കും ഹെൽത്ത് കുറവാവാനുള്ള സാധ്യതയുണ്ട്. ഇതെവിടെ കുഴപ്പമാണോ? നെവർ. ഒരു കാരണവശാലും നമ്മൾ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഇത് പറയാനുള്ള കാരണം നേരത്തെ പറഞ്ഞ 100% എന്നുള്ള തന്നെയാണ്. ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനിയിൽ ഒരേ മെഷീൻ, ഒരേ ഡൈ, ഒരേ അച്ചില് വാർത്തെടുക്കുന്ന 1000 കാറുകള് 1000 കാറുകളും ഒരേ പെർഫോമൻസ് ആണോ കാഴ്ചവെക്കുക? അല്ല. എന്താണ് അതിന്റെ കാരണം? ഒരേ ഡൈ, ഒരേ അച്ചില് മെക്കാനിക്കലായിട്ട്, മീൻസ് ഓട്ടോമാറ്റിക്കലി, ഇപ്പൊ കമ്പ്യൂട്ടർ സഹായത്തോടു കൂടെയൊക്കെയാണ് ഉൽപാദനം. എന്നിട്ട് കൂടെയും ഇവിടെ 100% പെർഫെക്ഷൻ ഇല്ല എന്നുള്ളത് നിങ്ങളും ഞാനും സമ്മതിക്കുന്നു എങ്കിൽ എല്ലാ മനുഷ്യരും ഒരേ ഹെൽത്തിൽ ഉള്ളതായിരിക്കും? ഒരു സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും കമ്പാരിസൺ വേണ്ട. എന്റെ അയൽപ്പക്കക്കാരൻ 90 വയസ്സിലും കള്ളു കുടിച്ചുകൊണ്ടും നോൺ കഴിച്ചുകൊണ്ടും തോന്നിയ പോലെ ജീവിച്ചുകൊണ്ടും അദ്ദേഹം സുഖമായിട്ടിരിക്കുന്നില്ലേ, അതുകൊണ്ട് ഞാനും മദ്യം കഴിക്കട്ടെ, ഞാനും തോന്നിയ പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ബൈ ബർത്തിൽ നമുക്ക് കിട്ടിയ ഹെൽത്ത് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്റെ സുഹൃത്ത് 36-ാമത്തെ വയസ്സിലാണ് മദ്യപാനം മൂലം മരിച്ചു എന്ന് ആളുകൾ പറഞ്ഞു. അപ്പൊ ഞാനത് പറയാത്തതിന്റെ കാരണം എന്റെ സുഹൃത്ത് കഴിച്ചതിന്റെ 20 ഇരട്ടി മദ്യം കഴിച്ച ആളുകൾ ഇപ്പോ ഇവിടെ ജീവിച്ചിരിക്കും. അപ്പോൾ അവരുടെ ഒരു വളരെ കുറച്ച് മാത്രമേ ഇദ്ദേഹം കഴിച്ചുള്ളൂ. അപ്പൊ മദ്യം കഴിച്ചിട്ടാണോ? അല്ല, ഇദ്ദേഹത്തിന്റെ ലിവർ പ്രശ്നം വന്നിരുന്നു. ലിവർ പ്രശ്നമുള്ള ഒരാൾ മദ്യപിച്ചാൽ അതിന്റെ രീതി മാറി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ വെൽനസ് എന്ന് പറയുന്നത് ആരോഗ്യത്തോടു കൂടി ഇരിക്കുക എന്നുള്ളത് ഫസ്റ്റ് തിങ് എന്താണെങ്കിൽ ഇതൊരു ബ്ലെസ്സിങ് ആണ്, ഒരു അനുഗ്രഹമാണ്, ഒരു ദൈവാധീനമാണെന്ന് വിചാരിക്കുക. അസുഖം വരികയാണെങ്കിൽ അതിനെ നമുക്ക് ഈ ഓക്കെ, അസുഖം വരികയാണെങ്കിൽ നോ പ്രോബ്ലം അൺമ്യൂട്ട് ചെയ്തു. അതായത് വേറെ പ്രശ്നമില്ലാതിരിക്കാൻ നമ്മളുടെ ഹോസ്റ്റ് ചെയ്തതായിരിക്കാം, കുഴപ്പമില്ല. ഞാൻ നോ പ്രോബ്ലം ചെയ്തു. എനിക്ക് ഇവിടെ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, നോ പ്രോബ്ലം. കാരണം ഹോസ്റ്റിന് ഓക്കെ. അപ്പൊ എന്താണെങ്കിൽ ഹെൽത്തിന്റെ കാര്യം, അപ്പൊ ഒരു കാരണവശാലും ഈ ആരോഗ്യത്തെ പറ്റി പഠിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മനസ്സമാധാനം കിട്ടുന്നത് നിങ്ങൾക്ക് ഈ നോളജാണ്. നിങ്ങൾ എന്ത് ഫീൽഡ് ആയിക്കോട്ടെ, നിങ്ങൾ മെക്കാനിക്കൽ ആവാം, ഇനി കൈക്കോട്ടുകൾക്കാരനാവാം, നിങ്ങൾ എഞ്ചിനീയർ ആവാം, നിങ്ങൾ എന്തും ആയിക്കോട്ടെ, ആർക്കും ഈസി ആയിട്ട് നമുക്ക് ഈ ഹെൽത്തിലെ നോളജ് എടുക്കാവുന്നു. പക്ഷെ എന്ത് വേണം? താല്പര്യം വേണം. നിങ്ങൾക്ക് അറ്റോമി ചെയ്യാൻ താല്പര്യമില്ലേ? നോ പ്രോബ്ലം, നിങ്ങൾ ഹെൽത്ത് പഠിക്കൂ. അറ്റോമി ഒപ്പം ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ്. ഹെൽത്ത് പഠിക്കൂ, ഹെൽത്തിൽ താല്പര്യം ഉണ്ടാക്കൂ. ഞാൻ പറയട്ടെ, ലൈഫിലെ ഏറ്റവും വലുത് ഹെൽത്ത് അല്ലേ? സന്തോഷത്തോടു കൂടി ഇരിക്കലാണ് നമ്മളുടെ എയിം എങ്കിൽ ആരോഗ്യമില്ലാത്ത ഒരു ശരീരത്തില് ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാവൂ?
സന്തോഷമുള്ള ഒരു മനസ്സുണ്ടാവുമോ? നെവർ. ഇത് ബോധ്യം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഹെൽത്തിലേക്ക് കൊടുക്കുക. ഞാനും എൻ്റെ ഫാമിലിയും ആരോഗ്യത്തോടു കൂടിയിരിക്കാൻ പരിമിതികളുണ്ട് കേട്ടോ. അയൽപ്പക്കാരന്റെ ഫാമിലി ഞാൻ പറഞ്ഞു തോന്നിയ പോലെ ജീവിച്ചിട്ട് അവർ ഹെൽത്തിയാണ്, നമ്മൾ ചിട്ടയോടുകൂടി ജീവിച്ചിട്ടും അവരുടെ ഹെൽത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മളെ നേരത്തെ പറഞ്ഞ പരിമിതിയിൽ പെടുന്നതാണ്. ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും നല്ല ആരോഗ്യത്തോടു കൂടി നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാം? വെരി സിമ്പിൾ. ഷുഗർ വരാതെ നോക്കുകയാണെങ്കിൽ വെരി സിമ്പിൾ ടെക്നിക്സ് അപ്ലൈ ചെയ്താൽ ഷുഗർ വരാതെ നോക്കാം. നിങ്ങളുടെ പേരൻസിന് ഷുഗർ ഉണ്ടായിക്കൊള്ളട്ടെ, നോ പ്രോബ്ലം. പക്ഷേ ഈ സിമ്പിൾ ടെക്നിക്സ് ഇപ്പോഴേ ആരംഭിച്ചാൽ നമുക്ക് ലൈഫ് ലോങ് സുഖമായിട്ട് ജീവിക്കാം. പക്ഷെ നമ്മൾ പറയുന്നത് ഷുഗർ വരട്ടെ, വന്നിട്ട് ആലോചിക്കാം. വന്നു കഴിഞ്ഞാൽ ഷുഗർ വന്നതിന് ശേഷം ക്യൂർ ആയിട്ടുള്ള എത്ര പേര് നിങ്ങൾക്ക് പരിചയമുണ്ട്? ഓക്കെ, നമുക്ക് ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു മാസം കൊണ്ടൊക്കെ ഒരു മാറ്റം കൊടുക്കാം, 3 മാസം കൊണ്ടൊക്കെ ഏകദേശം നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാം ഒട്ടുമിക്ക പേഷ്യൻസിനെയും. പക്ഷെ അറ്റോമിയുടെ പ്രോഡക്ട്സും കൂടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് പെർമനന്റ് ക്യൂർ കൊടുക്കാനുള്ള സാധ്യതയാണ്. അപ്പൊ ഒരു ഡയബറ്റിക് പേഷ്യന്റിനെ ശ്രദ്ധിക്കുക. ഇദ്ദേഹത്തിന് ബ്ലഡ് ഷുഗർ അല്ല പ്രശ്നം, ബ്ലഡിലുള്ള ഷുഗറിന്റെ അല്ല പ്രശ്നം. ഇദ്ദേഹത്തിന്റെ ടയർഡ്നെസ്, പകലൊക്കെ ഇരുന്നാൽ വെറുതെ ഉറങ്ങിപ്പോകും. ഇതിനെ സ്ലീപ്പ് എന്ന് പറയാൻ സാധിക്കില്ല. ആ ബയോളജിക്കൽ ക്ലോക്കിന്റെ ഇഷ്യൂ ആണ്. ചില പ്രത്യേക സമയത്താണ് ക്ഷീണം വരിക, ആ സമയത്ത് ഉറക്കം വരും. എന്നാൽ രാത്രി കിടന്നാലോ ഉറങ്ങില്ല. അദ്ദേഹത്തിന് കാലിൽ തരിപ്പ്, അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയുടെ പ്രശ്നം, അദ്ദേഹത്തിന് കിതപ്പ് വരുന്നു, ഭക്ഷണം ദഹിക്കുന്നതിൽ പ്രശ്നം വരുന്നു, ടോട്ടൽ എനർജി ലെവൽ ലോസ് ആകുന്നു. ഇനി ഒരു ഫാമിലിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണെങ്കിൽ ഫാമിലി ഇഷ്യൂസ് പോലും ഇവിടെ സംഭവിക്കുന്നു. ഇത് റിയൽ ഫാക്റ്റ് ആണ്, പക്ഷെ ആരും തുറന്നു പറയില്ല. പക്ഷെ നമ്മളുടെ പ്രോഡക്റ്റ് റീജനറേറ്റീവ് പവർ ഉള്ളതാണ്. അപ്പൊ ഇത്തരം രീതിയിൽ മൂലകാരണത്തിന് ഒരു റിസൾട്ട് വരുമ്പോൾ, ഹെമോഹിം എന്ന് പറഞ്ഞാല് ഒരു മരുന്നാണോ? നെവർ. പക്ഷെ ഹെമോഹിമിനെ പറ്റി കൂടുതൽ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആശിപ്പിക്കരുത് എന്ന് പലരും പറയും. കാരണം ക്ഷമിക്കുക, നമുക്കറിയാം നവംബറിൽ അവൈലബിൾ അല്ല. പക്ഷെ നല്ല കാര്യങ്ങൾക്കായിട്ട് കുറച്ച് സഫർ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പൊ ഡിസംബറോ ജനുവരിയോ കാത്തിരിക്കണം. എന്തിന്? വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് അല്ലേ, ഡിമാൻഡ് കൂടുതലല്ലേ, ആദ്യം കഴിക്കേണ്ടത് ആരാ? നമ്മളല്ലേ. അത് കഴിച്ചാൽ എന്ത് സംഭവിക്കണേ? നമ്മുടെ മൂലകോശങ്ങള് ബോൺ മാരോയിൽ എന്താണ് ഉണ്ടാകുന്നത്? പുതിയ ബ്ലഡ് സെൽസ് ഉണ്ടാകുന്നു. പുതിയ ബ്ലഡ് സെൽസ് വരുമ്പോൾ നമുക്കറിയാം ഏകദേശം 128 ഡേയ്സ് ആണ് ലൈഫ്. ഒരു 3 മാസത്തിനുള്ളിൽ എൻറ്റയർലി നമ്മൾ ചേഞ്ച് ആവില്ലേ? നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുന്നു, നമ്മുടെ എനർജി വർദ്ധിക്കുന്നു, നമ്മുടെ മനസ്സിലെ സന്തോഷം വർദ്ധിക്കുന്നു. ഓട്ടോമാറ്റിക്കലി സെൽഫായിട്ട് ആ ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ മോട്ടിവേറ്റ് ചെയ്ത് അറ്റോമിക് കമ്പനിയാണോ? ഇവിടെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ അറ്റോമിക് ഇൻകം പ്ലാൻ ആണോ? അല്ല, നമ്മുടെ സ്വന്തം അനുഭവമാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഈ അനുഭവത്തിലൂടെ ഇനി ഇവിടെയുള്ളത് നമ്മൾ ലീഡേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ചെയ്തുകൊണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഒരു നല്ല എഞ്ചിനീയർക്ക് ഒരു പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് ഉണ്ടാവുക? ആ പേപ്പറിലുള്ള 2 ഡയമെൻഷണൽ പ്ലാൻ അല്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ. ഈ ബിൽഡിങ്ങിന്റെ വർക്ക് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാണാനുള്ള ശേഷി. ശരിയല്ലേ? നമ്മളൊരു വീട് പണിയാൻ നമുക്ക് പ്ലാൻ വരച്ചാല് അവിടെ കുറച്ച് ചതുരക്കള്ളികൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. പക്ഷെ ഒരു എഞ്ചിനീയർ കാണുന്നതല്ല, അതിന്റെ 3 ഡയമെൻഷണൽ പ്ലാൻ. ഈ 3 ഡയമെൻഷണൽ പ്ലാൻ അറ്റോമിയിൽ കാണാൻ ആർക്കൊക്കെ സാധിക്കുന്നു, ഇവരെ തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്കും സാധിക്കും. അപ്പൊ ഇവിടുത്തെ ടൂൾ എന്ന് പറയുന്നത്, വെപ്പൺ എന്ന് പറയുന്നത് നോളജ്. ഒരു സംശയം വേണ്ട, അറിവുണ്ടായാൽ മതി. ഒരു കാരണവശാലും ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. പക്ഷേ അറ്റോമി ചെയ്യുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ആണെങ്കിൽ കൂടെയും ഇന്ത്യയിൽ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി അല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇ കോമേഴ്സിന്റെ 5ാം തലമുറ, ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജി. പ്രോഡക്ട്സ് ആണെങ്കിലും അത് തന്നെ. അതുകൊണ്ട് പല പ്രോഡക്ട്സും അറ്റോമിക്കുണ്ട്. എന്തിനാണ് നമ്മൾ വെൽനെസ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്? വീണ്ടും പറയുന്നു, ആരോഗ്യത്തെ പറ്റി പഠിക്കൂ, ആരോഗ്യത്തെ പറ്റി മനസ്സിലാക്കൂ, മാക്സിമം അവസരങ്ങൾ ഉപയോഗിക്കൂ. ഇവിടെ ഞാൻ പേഴ്സണൽ അഭിപ്രായം ഒന്ന് സൂചിപ്പിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആവുമെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാണ്. ഇപ്പൊ നമുക്കറിയാം കിഡ്നി കംപ്ലൈൻസ്,
കിഡ്നി കംപ്ലൈന്റ് വന്ന് ക്രിയാറ്റിനിനൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ ചികിത്സ എന്താണെന്ന് അത്യാവശ്യം അറിവുള്ളവർക്ക് മനസ്സിലാകും. എന്താണ് അതിന് ചികിത്സ, തിരികെ പഴയ രീതിയിലേക്ക് വരാൻ സാധിക്കുമോ, ഇനി കിഡ്നി മാറ്റിയാൽ കൂടി അതിന്റെ സാധ്യത എന്താണ്, അവിടെ റിസ്ക് ഫാക്ടർ എന്താണ്, പോസിബിലിറ്റി എന്താണ്, എല്ലാം നമുക്കറിയാം. പക്ഷേ നിങ്ങൾ ഹെൽത്തിനെ പറ്റി പഠിക്കാൻ തയ്യാറുള്ള ഒരാളാണെങ്കിൽ ഒരു വ്യക്തിയുടെ കിഡ്നിയുടെ മെറീഡിയനിലെ എനർജി ലോസ് ആകുന്ന സമയത്ത് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇന്ന് രാവിലെ വന്ന എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ്, ഇദ്ദേഹം ഈ ഒരു അവസ്ഥയിലാണ്. കിഡ്നി എനർജി 35 years ഉള്ളൂ. ഇപ്പൊ നമ്മൾ ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്, 4 ദിവസം കഴിഞ്ഞ് റിസൾട്ട് കിട്ടുമ്പോൾ മനസ്സിലാവും. പക്ഷെ കിഡ്നി കംപ്ലൈന്റ് ആവണം എന്നല്ല പറയും. പക്ഷെ ഈ ഒരു സിംറ്റംസ് അവർ ക്യാരി ചെയ്യുകയാണെങ്കിൽ കിഡ്നി കംപ്ലൈന്റ് വരാം, ക്രിയാറ്റിനിൻ ലെവൽ കൂടിക്കഴിഞ്ഞാൽ എന്താ ആൻസർ സ്വയം കണ്ടുപിടിക്കുക. ക്രിയാറ്റിനിൻ കൂടിക്കഴിഞ്ഞാൽ ആ രോഗിക്ക് എന്ത് സംഭവിക്കും, ആ രോഗിയുടെ ഫാമിലിക്ക് എന്ത് സംഭവിക്കും. ഇത്രയും വലിയൊരു അപകടമാണ് വരാൻ പോകുന്നതെങ്കിൽ ഇതിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു ആയുധം നമ്മുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്ക് അറിയാമെങ്കിൽ, ഇതാണ് നമ്മുടെ ബിസിനസ്, ഇതാണ് നമ്മുടെ വരുമാനം. പക്ഷേ ബിസിനസ്സും വരുമാനം അവിടെ നിൽക്കട്ടെ, ഇത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്താൽ ഒരു പുണ്യപ്രവൃത്തിയാണ്. ബിസിനസ്സും ഇൻകവും ഓട്ടോമാറ്റിക്കലി നമുക്ക് ആഡ് ആവും. അപ്പൊ ഇന്നത്തെ ഒരു സെഷൻ എന്നുള്ളത് എന്താണ് വെൽനെസ് എന്ന് സൂചിപ്പിക്കുക. ഈ ഒരു കർത്തവ്യമാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം നമുക്കൊരു 40 മിനിറ്റ് കണ്ടിന്യൂസ് മീറ്റിംഗ് ആണ് എങ്കിൽ കൂടിയും ഒരു 40 മിനിറ്റോ 45 മിനിറ്റോ ഒക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് താല്പര്യമുണ്ട് എങ്കിൽ, ഇപ്പൊ ഇന്നത്തെ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, തീർച്ചയായിട്ടും പറയാണ്. കാരണം അത് ലീഡേഴ്സ് ആണ്. ഇനിയിപ്പോ ഒരുപക്ഷെ നിങ്ങൾക്ക് വെൽനെസിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല ഈ സ്ട്രെങ്ത് കാണുമ്പോൾ. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു ഫുള്ളി സാറ്റിസ്ഫൈ ചെയ്യാവുന്ന രീതിയിലുള്ള സ്ട്രെങ്ത് ഉണ്ട്, നമുക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യും. കാരണം ഒരു അസുഖത്തിനെ പറ്റി ഒരു ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താണ് ഡയബറ്റീസ്? ഈ ഡയബറ്റീസിനെ മരുന്ന് ഇല്ലാതെ എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഓക്കെ, അല്ലെങ്കിൽ നിലവിൽ കഴിക്കുന്ന ഇംഗ്ലീഷ് മരുന്നിനെ എങ്ങനെ നമുക്ക് അളവ് കുറയ്ക്കാം? ഈ ഒരു സിമ്പിൾ ടെക്നോളജി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് എനർജിയിൽ മാറ്റങ്ങൾ വരും, 24 hours. അപ്പൊ പേഷ്യന്റ് ഞെട്ടിപ്പോവും, ഓ ഇതെന്താ സംഭവം, ഇനി നമ്മൾ എന്ത് സപ്ലിമെന്റ് പറഞ്ഞാൽ അവരെ അക്സെപ്റ്റ് ചെയ്യും. നമ്മളൊരു വിശ്വാസം വേണ്ടേ, ഒരു രോഗിക്ക് ഒരു വിശ്വാസം വേണ്ടേ. കാൽമുട്ട് വേദന എടുത്ത് വളരെയധികം വേദനിക്കുന്ന ഒരു വ്യക്തി ഒരു 5 മിനിറ്റ് കൊണ്ട് വേദനയ്ക്ക് ഒരു ആശ്വാസം കൊടുത്തു. അതിനുശേഷം പറയാണ് നിങ്ങൾ omega-3 കഴിക്കൂട്ടോ, ഇതിനുള്ളിലെ ഫ്ലൂയിഡ് ഒന്ന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവർ 2 കൈയും നീട്ടിയാൽ സ്വീകരിക്കും. അപ്പൊ ചില പൊടിക്കൈകൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ വളരെ വർഷങ്ങളായിട്ട് സഫർ ചെയ്യുന്ന ഒരാൾക്ക് 5-10 മിനിറ്റ് കൊണ്ട് ഒരു ആശ്വാസം നേടിക്കൊടുത്താൽ പിന്നെ നമ്മൾ എന്താണ് പറയുന്നത് എന്ന് അവർ ശ്രദ്ധിക്കും. അപ്പൊ ഇതൊരു ചീറ്റിംഗ് അല്ല, അവരെ പറ്റിക്കുന്ന പരിപാടിയല്ല, അവരുടെ മൈൻഡ് ഓപ്പൺ ചെയ്യിക്കാനുള്ള ടെക്നിക്കാണ്. ഈ സംഭവം കഴിച്ചാൽ ഇവരുടെ നീ ജോയിന്റ് വളരെ ബലപ്പെട്ടു എന്ന് വിചാരിക്കും. ഇവർക്ക് സർജറി ഒഴിവാക്കിക്കൂടെ, അനാവശ്യമായിട്ട് പണച്ചെലവ് ഒഴിവാക്കിക്കൂടെ, അനാവശ്യമായിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ ഒഴിവാക്കിക്കൂടെ, അനാവശ്യമായിട്ടുള്ള അകത്തേക്കുള്ള കെമിക്കൽസിന്റെ ഇൻടേക്ക് ഒഴിവാക്കിക്കൂടെ. ഇതിനെ നമുക്കൊരു സർവീസ് അല്ലെങ്കിൽ സേവനം എന്ന രീതിയിൽ കണക്കാക്കിക്കൂടെ? തീർച്ചയായിട്ടും അറ്റോമിൽ നിറയെ പ്രൊഡക്ട്സ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിനെ സേവനം എന്ന് പറയുന്നത്? ഇപ്പൊ തുണി കഴുകാനുള്ള സാധനം, ആ ലിക്വിഡ് ഏറ്റവും ബെസ്റ്റ് ലിക്വിഡാണ്, പക്ഷെ പുറമെ ഒരു സോപ്പ് പൗഡർ വാങ്ങിച്ചു, നോ പ്രോബ്ലം, രണ്ടും നമ്മൾ തുണി വൃത്തിയാവുന്നു. പക്ഷേ വെൽനെസ് പ്രോഡക്റ്റ് അങ്ങനെയാണോ? ഒരു ലിവറിന്റെ ഇഷ്യൂ വന്ന ഒരാൾക്ക് ഒരു ക്യൂർ കൊടുക്കാൻ ഇതിലൂടെ സാധിച്ചാൽ ഇത് നമുക്ക് ലോകത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം ലഭിച്ച പ്രവൃത്തിയാണ്. നമ്മുടെ കഴിവ് കൊണ്ടാണോ? കുറച്ചൊക്കെ നമ്മുടെ കഴിവുണ്ടായിരിക്കാം, കാരണം കുറച്ചൊക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. പക്ഷേ വർക്ക് ചെയ്തത് ആരാ? അറ്റോമിയുടെ വെൽനെസ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമുക്ക് പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ പ്രോഡക്റ്റിനും ഓരോ ദിവസം വേണ്ടി വരും. ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയണമെങ്കിൽ ഒരു ദിവസം വേണ്ടി വരും. എന്തായാലും ഞാൻ കുറച്ച് പ്രൊഡക്ട്സിനെ പറ്റി ഇവിടെ എഴുതിയിട്ടുണ്ട്, അതൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ കവർ ചെയ്യാത്ത പോയിന്റ്സ്. യെസ്, ഇനി നമുക്ക് ഇമോഷണൽ ഇഷ്യൂസ് ആണ്. പല അസുഖങ്ങളും വരുന്നത് മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിലൂടെയാണ്. ഇത് അനുഭവത്തിൽ വരണമെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഈ അടുത്ത് ഹാർട്ടിന് കംപ്ലൈന്റ് വന്നു എന്ന് വിചാരിക്കും. നിങ്ങളായിട്ട് നല്ല അടുപ്പുള്ള ആളാണെന്ന് വിചാരിക്കും. നിങ്ങൾ അവിടെ പോയിട്ട് ഒരു അരമണിക്കൂർ പേഴ്സണലായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം, അവരായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായതിനു ശേഷം ഇവരുടെ കഴിഞ്ഞ പുറകിലേക്ക് പോകണം. 6 മാസത്തിനുള്ളിൽ ഇവർക്ക് വന്നിട്ടുള്ള മാനസികമായിട്ടുള്ള ഒരു ആഘാതം, അല്ലെങ്കിൽ 1 വർഷം, അല്ലെങ്കിൽ 1.5 വർഷം, മാക്സിമം നിങ്ങൾക്ക് 5 വർഷം വേണ്ടി വരില്ല, 1-2 വർഷത്തിനുള്ളിൽ ഈ പോയിന്റ് നിങ്ങൾക്ക് പിടികിട്ടും.
ഒരു ഇഷ്യൂ, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അവരുടെ ലൈഫിൽ സംഭവിച്ചു. ഇതാണ് റൂട്ട് കോസ്. നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, നമ്മുടെ വീടിന്റെ അടുത്ത് വെറും 174 കൊളസ്ട്രോൾ, നമുക്കറിയാം 200 വരെ നോ പ്രോബ്ലം. എന്റെ വേറൊരു ബന്ധുവിന് കൊളസ്ട്രോൾ 380. ഈ 174 കൊളസ്ട്രോളുള്ള വ്യക്തി ചെരുപ്പിടാതെ നടക്കുന്ന ഒരു വ്യക്തിയാണ്, വളരെ സ്ലിമാണ്, 55 കിലോനുള്ളൂ. ഇദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നു. അപ്പൊ നമ്മൾ പഠിച്ച സയൻസ് എവിടെയാണ്? കൊളസ്ട്രോൾ വന്നാലാണ് അറ്റാക്ക് വരിക. അപ്പൊ ഈ 380 ചില്ലാനും കൊളസ്ട്രോൾ ആളുകൾ ഇപ്പോഴും സുഖമായിട്ട് ജീവിക്കുന്നു. അതൊരു ലേഡിയാണ്, ഇതൊരു മെയിൽ പേഷ്യന്റ് ആണ്, വളരെ ചിട്ടയോടുകൂടി ജീവിക്കുന്ന, അനാവശ്യ ഫുഡൊന്നും കഴിക്കാൻ സാമ്പത്തികമായിട്ട് അവർക്ക് മോശമാണ്, അങ്ങനെ വാങ്ങിച്ച് കഴിക്കാനുള്ള സാധ്യതയില്ല. അപ്പോ അനാവശ്യ ഫുഡ് കഴിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് വന്നത്? കൊളസ്ട്രോൾ കൂടിയത് കൊണ്ടാണ് വന്നത്? അല്ല, ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് വലിയൊരു സംഭവമാണ്. ഈ ഇമോഷണൽ ഇഷ്യൂസിന് എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ പരിഹാരം കൊടുക്കാം? വെരി സിമ്പിൾ. എത്ര ടെൻഷനുള്ള ഒരാൾക്കും 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ടെൻഷൻ മാറ്റി കൊടുക്കാം. സിമ്പിൾ ടെക്നോളജി. ഒരു ടെക്നോളജി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു ട്രീറ്റ്മെന്റ് ആണ്. എന്താ കാണുന്നത്? ഇവിടെ ചുവന്ന ഡോട്ട് കാണുന്നു, ഇവിടെ ചുവന്ന ഡോട്ട് കാണുന്നു, ഇവിടെ പച്ച ഡോട്ട് കാണുന്നു. ഇതൊരു ട്രീറ്റ്മെന്റ് ആണ്. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ, മീൻസ് നമ്മൾ നല്ലതാണ്, പക്ഷെ വീട്ടുകാർ മോശമായതുകൊണ്ട് നമ്മളോടുള്ള അടുപ്പക്കുറവ്, സ്നേഹക്കുറവുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ബന്ധുക്കളായിട്ടുള്ള സ്നേഹക്കുറവുണ്ടെങ്കിൽ സിമ്പിൾ ടെക്നോളജിയാണ്. ഈ ടെക്നോളജി ഉപയോഗിച്ച് 4 ദിവസം കൊണ്ട് നിങ്ങൾ റിസൾട്ട്, 4 days, അരമണിക്കൂർ കൊണ്ട് നമ്മുടെ മൈൻഡിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? അരമണിക്കൂർ വേണ്ട, 5 മിനിറ്റ് മതി. ഫിയർ, ഭയമുള്ള വ്യക്തി, ഇതേപോലെ 3 കുത്തിട്ടാൽ ഭയം നമുക്ക് പിടിച്ചു കെട്ടാൻ സാധിക്കും. ആങ്സൈറ്റി, അപ്പൊ ബിസിനസ്സിലൊക്കെ പലർക്കും അതാണ് പ്രശ്നം. ഭയം, ആങ്സൈറ്റി, ഷൈനസ്, ഇതെല്ലാം കളയാം. അപ്പോ ഇതെല്ലാം അനുഭവിച്ചറിയുമ്പോഴാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. ഭയം മാറാൻ എന്തെങ്കിലും മരുന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അകത്തേക്ക് കഴിച്ച ഭയം മാറും, അകത്തേക്ക് കഴിച്ച സ്നേഹം കൂടും, അകത്തേക്ക് കഴിച്ച സ്മൈല് വർദ്ധിക്കും. എന്തെങ്കിലും മെഡിസിൻ ഇതുവരെ കേട്ടിട്ടുണ്ടോ? വെരി എഫക്റ്റീവ് മെഡിസിൻ ദിസ് ഈസ്. ഓക്കെ, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ ഇതിനും ക്ലാസ് വയ്ക്കും. ഇത് അറ്റോമിയായിട്ട് ബന്ധപ്പെട്ടതല്ല. പക്ഷെ എന്താണ് ഗുണം? അത്തരത്തിലൊരു മൈൻഡിൽ ചേഞ്ച് വന്നാൽ നമ്മുടെ ബിസിനസ് സ്മൂത്തായി. ഇനി ഒരു പേഷ്യന്റിനെ കണ്ടു, അദ്ദേഹം അങ്ങനെ ഇമോഷണൽ ആയിട്ട് വളരെ സഫർ ചെയ്യാണ്. നിങ്ങൾ അറ്റോമിയെ പറ്റി ഒന്നും പറയണ്ട, ജസ്റ്റ് 3 കളർ അടിച്ചു, ഇത് ഡെയിലി ഒന്ന് ചെയ്യണട്ടോ എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിയുമ്പോൾ വിളിക്കുക, എന്താ വളരെ ഹാപ്പി. ഇനി ഉടനെ പറയാം, നിങ്ങൾ ഇത്രയും ടെൻഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സെൽസിലൊക്കെ ഓക്സിജന്റെ അളവ് കുറഞ്ഞതുകൊണ്ട് ഡാമേജ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുറച്ച് സിംറ്റംസ് ഒക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ സിംറ്റംസ് ഒക്കെ അവരോട് പറഞ്ഞാൽ അവരാകെ വണ്ടടിച്ചു. അപ്പൊ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. ഹെമോഹിം ആർക്കും റെക്കമെൻഡ് ചെയ്തുകൂടെ? ഒമേഗ 3 ആർക്കും റെക്കമെൻഡ് ചെയ്തുകൂടെ? വൈറ്റമിൻ സി റെക്കമെൻഡ് ചെയ്തുകൂടെ? ഒരുപാട്. ഞാൻ ജസ്റ്റ് പ്രൊഡക്റ്റിനെ പറ്റി പറയാം. അപ്പോ എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ, ഒരു മെക്കാനിക് പഠിച്ച വ്യക്തി, അദ്ദേഹം ഡ്രൈവിംഗ് പഠിക്കേണ്ട ആവശ്യമില്ല, എക്സ്പെർട്ട് ഡ്രൈവറാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മെക്കാനിക്കൽ, അയാൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടില്ല, അയാൾ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല, പക്ഷെ അദ്ദേഹം ഡ്രൈവ് ചെയ്യുന്ന പോലെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കില്ല. എന്താണ് റീസൺ? അറിഞ്ഞുകൊണ്ട് വണ്ടി എന്താണെന്നും ക്ലച്ച് എന്താണെന്നും ബ്രേക്ക് എന്താണെന്നും ആക്സിലറേറ്റർ എന്താണെന്നും അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നു. പെർഫെക്റ്റ് ഡ്രൈവർ. ഇദ്ദേഹം ഒരു വണ്ടി വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കൂ, സെക്കൻഡ് ആയിക്കോട്ടെ, അദ്ദേഹത്തിന് ടെൻഷനില്ല. നമ്മളൊരു വണ്ടി വാങ്ങിച്ചു, ഒരു ടയർ പഞ്ചർ ആയാൽ, ഒരു എയർ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉടനെ വിളിക്കണം, മെക്കാനിക്ക് വരണം. സംഭവം മനസ്സിലായോ? ഇതാണ് ലൈഫിലെ പ്രാക്ടീസ് എങ്കിൽ ഇവിടെ വെൽനെസ്സിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ അറ്റോമി ബിസിനസ്സേ ചെയ്യേണ്ട, വെൽനെസ്സിലൂടെ ആളുകൾ നമ്മളെ അട്രാക്ട്. ഒരു ലിവർ ഡിസീസിന് നിങ്ങളിലൂടെ ആശ്വാസം കൊടുക്കാൻ പറ്റും. ആർക്കാണ് സാധിക്കുക? ഒരു കിഡ്നി ഡിസീസ്, ക്രിയാറ്റിനിൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് 3 ആഴ്ച കൊണ്ടൊക്കെ റിസൾട്ട് കൊടുക്കാം. 3 ആഴ്ച കൊണ്ട്. ഓക്കെ, അതുപോലെ സോറിയാസിസ് ആയിക്കൊള്ളട്ടെ, ഓട്ടോ ഇമ്മ്യൂൺ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്. കാരണം നമ്മളുടെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്, അതിന്റെ കോമ്പിനേഷൻ ഒന്ന് പഠിക്കണം. അപ്പൊ ആദ്യം വെൽനെസ്സിൽ നോളജ് ഉണ്ടായാൽ ആരാണ് രോഗിയെന്നും ആ രോഗി ഏത് തരത്തിലായിരിക്കുമെന്നും ആ പൾസ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് കോമ്പിനേഷൻ പറഞ്ഞു കൊടുക്കുക, അവർ യൂസ് ചെയ്യും. അപ്പോൾ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള വ്യക്തികൾക്ക് എല്ലാ ജോയിന്റിലും പെയിൻ ആയിരിക്കും. നമ്മൾ 1-2 ടെക്നിക്സ് പറഞ്ഞു കൊടുത്തു, അവർ പെയിനിന് ആശ്വാസം ആദ്യം വരുത്തി കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാൻ. തുടക്കത്തിലെ പ്രോഡക്റ്റ് പറഞ്ഞാൽ ഉടനെ എന്ത് ചിന്തിക്കും? പ്രത്യേകിച്ച് ഒരു മലയാളി ചിന്തിക്കുന്നത്
ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് എന്ത് ലാഭം? ഞാൻ ചോദിക്കില്ല. എന്നോട് ഒരു വ്യക്തി പറയാണ് ഇന്ന പ്രോഡക്റ്റ് കഴിച്ചാൽ നിങ്ങളുടെ ലിവറിന് ഏറ്റവും ബെസ്റ്റ് ആണ്, ഈ പ്രോഡക്റ്റിന്റെ വില 2400 ഉടനെ എന്റെ മനസ്സിൽ ചിന്തിക്കുന്നത് ഇയാൾക്ക് കിട്ടുന്ന ശതമാനം മിനിമം 20, 480 രൂപ ഇയാൾക്ക് ലാഭമാണ്. അപ്പൊ എന്റെ ചിന്ത എന്താണ്? എന്റെ ലിവർ ശരിയാകണോ അല്ലയോ എന്നല്ല ചിന്തിക്കുന്നത്, 480 രൂപ ഈ കച്ചവടത്തിൽ ഇയാൾക്ക് ലാഭമുണ്ട്. അപ്പൊ ഞാൻ എന്ത് പറയും? ഇപ്പൊ എന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് തോന്നുന്നില്ല, ഞാൻ ആവുമ്പോൾ അറിയിക്കാം. ഇതേ ഞാൻ അടുത്ത ആഴ്ച ഒരു വയറുവേദന വന്ന് ഹോസ്പിറ്റലിൽ പോയി ഒരു MRI ചെയ്യാൻ പറഞ്ഞു, 11,000 രൂപ. എല്ലാ ടെസ്റ്റും കഴിഞ്ഞപ്പോൾ 35,000 രൂപ. നോ പ്രോബ്ലം, ഐ ആം വെരി ഹാപ്പി. കാരണം ഞാൻ പോയത് വലിയൊരു ഹോസ്പിറ്റലിലേക്കാണ്, വലിയ ഡോക്ടേഴ്സിൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായി, എന്റെ വീട്ടുകാരും ഹാപ്പിയായി. അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു, എൻ്റെ വരേക്കും മരുന്ന് കഴിച്ചു. ഓക്കെ. അപ്പോ ഈ ഒരു ടെക്നോളജി, ഈ ഒരു സൈക്കോളജിയെ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഈ ഒരു സൈക്കോളജി നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ, ആരോഗ്യം വെൽനെസ്സിലൂടെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊക്കെ ആരാണ്? ഒരു വർഷം കൊണ്ട് 10 കോടി രൂപയ്ക്ക് നമുക്ക് വരുമാനം കിട്ടും. അത്രയും ആവശ്യമുണ്ടോ? വേണ്ട. ഒറ്റ വർഷം വർക്ക് ചെയ്താൽ മിനിമം നമ്മളുടെ മന്ത്ലി ഇൻകം 5 lakh പ്ലസ് ആണ് വിത്തിൻ എ ഇയർ. മിനിമം എന്ന് പറയുന്നത് കേട്ടോ, മാക്സിമം ലിമിറ്റ് ഇല്ല. എന്ന് വെച്ചാൽ 4,99,000 രൂപ നിങ്ങൾക്ക് കിട്ടില്ല, 5 ലക്ഷത്തിന് മേലെ കിട്ടുള്ളൂ 1 ഇയറിൽ. പാർട്ട് ടൈം ഡെയിലി ഒരു 3 മണിക്കൂർ യൂട്ടിലൈസ് ചെയ്ത സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രൊഫഷണലിസം കൊണ്ടുവരണം. വിത്തിൻ 5 years or 4 years, അതായത് 2025 5 CR പ്ലസ് 5 കോടിക്ക് മേലെ അസറ്റ് ആണ്. എന്തുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല? 2015 നമ്മുടെ അസറ്റ് എന്തായിരുന്നു? എഴുതി വെക്കണം. എന്തുകൊണ്ട്? 2020 നമ്മുടെ അസറ്റ് എന്താണ്? 2015 50 ലക്ഷം അസറ്റ് ഉണ്ടായിരുന്ന വ്യക്തിയെ ഈ 2020 30 ലക്ഷം അസറ്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. കമ്പയർ ചെയ്യൂ. നിങ്ങൾ 2015 നിങ്ങൾക്ക് എത്ര ഗ്രാം സ്വർണം അസറ്റായിട്ട് ഉണ്ടായിരുന്നു കമ്പയർ ചെയ്യാം. ഓക്കെ, രൂപയല്ല അത്. ഇന്ന് 2020 നോക്കുമ്പോൾ അപ്പോൾ മൂല്യം കുറഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് ഫാക്ട്. അപ്പൊ 2025 ആകുമ്പോൾ നമ്മളുടെ പൊസിഷൻ എന്തായിരിക്കും? വളരെ ഡൗൺ ആയിരിക്കും. പക്ഷേ വിത്ത് അറ്റോമി ഇഫ് യു ആർ ലൈക്ക് ടു ഡു സംതിങ്, ഡു ചാരിറ്റി, ഡു സർവീസ്, then you will become a millionaire, then billionaire. വെരി ഈസിലി ബില്യനർ ആവുക എന്നുള്ളത് അറ്റോമിയിലൂടെ നമുക്ക് സാധിക്കും. കാരണം 5 വർഷം കൊണ്ടൊന്നും നമ്മുടെ ലൈഫ് സ്പാൻ അവസാനിക്കുന്നില്ല. നെക്സ്റ്റ് ജനറേഷൻ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതിലെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതിനായിരിക്കണം. അപ്പൊ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, നമ്മുടെ മെമ്പേഴ്സിനുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തണം. നമ്മൾ പറയും നമ്മുടെ ഡൗൺലൈൻ ആക്റ്റീവ് ആവട്ടെ. നെവർ, ഒരു കാരണവശാലും ഡൗൺലൈനെ നിങ്ങൾ ആക്റ്റീവ് ആക്കണ്ട. ഞാൻ ആക്റ്റീവ് ആണെങ്കിൽ എന്റെ ഡൗൺലൈൻ ആക്റ്റീവ് ആണ്, എന്റെ ഡൗൺലൈൻ ആക്റ്റീവ് ആണെങ്കിൽ അവരുടെ ടീം മെമ്പേഴ്സ് ആക്റ്റീവ് ആണ്. ഇതാണ് അവിടെ സിസ്റ്റം. അപ്പൊ ഇവിടെ നമ്മൾ എന്ന് പറയുന്ന ലീഡർ ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് വരുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ പ്രോഡക്റ്റുകളിലേക്ക് ജസ്റ്റ് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രോഡക്ട്സ് എന്നുള്ളത്. ഓക്കെ, ഹെമോഹിം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രോഡക്റ്റ് ആണ്. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അഭിലാഷ് സാറൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനും നിങ്ങളും എല്ലാവരും കാത്തിരിക്കുകയാണ്. ഒറ്റ കാര്യം മനസ്സിലാക്കുക, കമ്പനിയുടെ ആഗ്രഹം എന്താണ്? ലോഞ്ചിങ്ങിൽ ഹെമോഹിം കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പൊ ദയവ് ചെയ്ത് നമ്മൾ കമ്പനിയെ കുറ്റപ്പെടുത്തരുത്. കമ്പനി ഇത്രയും ഫെസിലിറ്റീസ് ഒക്കെ റൺ ചെയ്തുകൊണ്ട് കമ്പനി തീരുമാനിക്കുകയാണോ വൈകട്ടെ? നെവർ. ഒരു ദിവസം പ്രത്യേകിച്ച് ഇന്ത്യയില് ഒരു ദിവസം മുൻപ് കൊണ്ടുവരാൻ കമ്പനി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ സ്ട്രിക്റ്റ് ആണ്. ആ മെഡിക്കൽ ഫീൽഡായിട്ട് അറിയാവുന്നവർക്ക് അറിയാം, ഒരു സപ്ലിമെന്റിന് ഒരു ലൈസൻസ് കിട്ടണമെങ്കിൽ, അകത്തേക്ക് കഴിക്കുന്ന പ്രോഡക്റ്റിന് നേരായ വഴിയിൽ ലൈസൻസ് കിട്ടണമെങ്കിൽ വളരെ ടഫാണ്. പ്രത്യേകിച്ച് ഒറ്റമൂലി പോലുള്ള ഹെർബാണ് അത്. അത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അതിന്റെ ടെക്നിക്കൽ ടേംസ് കുറച്ച് പ്രയാസമുണ്ട്. അത് നിങ്ങളും നമ്മുടെ ലീഡേഴ്സും, ഇപ്പൊ ഒരു പുതിയ വന്ന വ്യക്തിക്ക് വിഷമം ഉണ്ടെങ്കിൽ അതിന്റെ 10 ഇരട്ടി വിഷമം അയാളുടെ അപ്ലൈൻ ഉണ്ടാവും, അയാളുടെ അപ്ലൈൻ അതിലും 10 ഇരട്ടി ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ വിഷമം എന്തായിരിക്കും? അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വർഷം വരികയാണെങ്കിൽ വളരെ ഹാപ്പി, അല്ലെങ്കിൽ 2021 ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഹീമോഗ്ലോബിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? ഹീം എന്ന് പറയുന്നത് ബ്ലഡിനെ ഉദ്ദേശിക്കുന്നു, ബ്ലഡ് ഹീം.
ഓക്കെ. ഹിം, ഹെമോഹിം, ഹെമോ ബ്ലഡിന് ഉദ്ദേശിക്കുന്നു, HIM. H എന്ന് പറഞ്ഞാൽ ഹെമോപോയിസിസ്. ഹെമോപോയിസിസ് എന്ന് പറഞ്ഞാൽ ബ്ലഡിന് ഉണ്ടാക്കുക, ഉൽപ്പത്തി, പ്രൊഡക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ബോൺ മാരോയിലാണ് ബ്ലഡ് സെൽസ് ഉണ്ടാക്കുന്നത് മെയിൻ ആയിട്ട്. അപ്പൊ ഈ ബോൺ മാരോയിൽ പോയിട്ട് വർക്ക് ചെയ്ത് പുതിയ സെൽസ് വരുമ്പോൾ ഇന്നുള്ള സെൽസിന്റെ കംപ്ലൈന്റ് എല്ലാം തീരുവാണ്. മാക്സിമം ഒരു 120 ദിവസമാണ് ഇന്നുണ്ടായ സെല്ല് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇന്നത്തെ ബ്ലഡ് മൊത്തമായിട്ട് മാറ്റം വരും എത്ര മാസം കഴിഞ്ഞാൽ? 4 monthsന് ശേഷം. അപ്പൊ 4 മാസമൊക്കെ ഹെമോഹിം ഉപയോഗിച്ചാൽ എൻറ്റയർലി ചേഞ്ച്. എന്താ കാരണം? എല്ലാ സെൽ ഡാമേജിനെയും ഇത് കറക്റ്റ് ചെയ്യാണ്. അതുകൊണ്ടാണ് ഒരു പ്രോഡക്റ്റ്, ആളുകൾ തെറ്റി പറയും ഒരു മരുന്ന് കഴിച്ചാൽ എല്ലാ അസുഖവും മാറും. നെവർ. അറ്റോമി ഒരു മരുന്നും മാർക്കറ്റ് ചെയ്യുന്നില്ല. മരുന്നാണെങ്കിൽ നമുക്കിത് മരുന്നിനെ മാർക്കറ്റ് ചെയ്യാനുള്ള ലൈസൻസ് നമുക്ക് കൊടുക്കാനുള്ള അധികാരമുണ്ടോ? ഒരു മെഡിസിൻ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള അധികാരമുണ്ടോ? അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ലീഡേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ നാവിൽ നിന്ന് ഒരു കാരണവശാലും മെഡിസിൻ എന്നോ മരുന്ന് എന്നൊരു വാക്ക് വരരുത്. വളരെ ശ്രദ്ധിക്കണം. ഞങ്ങളുടെ മെഡിസിൻ കഴിച്ചാൽ ഈ അസുഖം ലിവർ ഡിസീസ് മാറ്റാം. വളരെ തെറ്റാണത്. എന്ത് മെഡിസിനാണ് അറ്റോമി തരുന്നത്? അറ്റോമി ഒരു മെഡിസിൻ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. പിന്നെ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? പക്ഷേ അറ്റോമിയുടെ വെൽനസ് വിങ്ങില് നമുക്ക് വെൽനസ് പ്രോഡക്റ്റ് ഉണ്ട്. ആരോഗ്യം നന്നാവാനുള്ള ഫുഡ് സപ്ലിമെന്റ്സ്, ഭക്ഷണം. ആട്ടിൻപാല് കുടിച്ചപ്പോൾ എന്റെ ശ്വാസമുട്ട് മാറി. ആട്ടിൻപാലിനെ ഞാൻ മെഡിസിൻ എന്ന് വിളിക്കൂ? നെവർ. ദാറ്റ്സ് എ ഫുഡ്. വെള്ളം 100 ഡിഗ്രി തിളപ്പിച്ച് ഉടനെ 50 ഡിഗ്രിയിലേക്ക് തണുപ്പിച്ച് ആ വെള്ളം കുടിച്ചപ്പോൾ എന്റെ ചൊറിച്ചിൽ മാറി. ഈ വെള്ളത്തിന് മെഡിസിൻ എന്ന് വിളിക്കൂ? നെവർ. ദാറ്റ്സ് എ വാട്ടർ. അസുഖം മാറി. ദാറ്റ്സ് ബെറ്റർ. അതുകൊണ്ട് വെൽനസ് പ്രോഡക്റ്റിന് മെഡിസിൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും റെക്കമെൻഡ് ചെയ്യരുത്. അത് മൊത്തം ടീമിലേക്ക് ബാധിക്കും. അത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. ആസ് എ ഫുഡ് പ്രോഡക്റ്റ്, ആസ് എ ഭക്ഷണം. ഇനി ഇന്ന അസുഖം മാറ്റാം, ആ വേർഡേ ഉപയോഗിക്കരുത്. അതിനാണ് പറഞ്ഞത് ചില പൊടിക്കൈകൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ചില പൊടിക്കൈകൾ അഭ്യസിക്കുകയാണെങ്കിൽ ഈ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കണ്ട. നിങ്ങൾ ചെയ്ത ടെക്നിക്കിലൂടെ അവർക്ക് ഗ്യാരണ്ടി കിട്ടി. എന്റെ മുന്നിൽ വന്നിരിക്കുന്നത് മഹാനായിട്ടുള്ള വ്യക്തിയാണ്. ഇദ്ദേഹം സാധാരണക്കാരനല്ല. ഞാൻ 20 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന് 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു. അവരുടെ മൈൻഡ് ഓപ്പൺ ആയി. മൈൻഡ് ഓപ്പണിങ് ആക്കുക എന്നുള്ളതാണ് ഒരു പ്രശ്നം. അത് വീണ്ടും പറയുന്നു, ലേൺ. നമ്മൾ പഠിക്കുക. അപ്പൊ ഹെമോഹിമിന്റെ അഡ്വാൻറ്റേജ് ഇതാണ്, ടോട്ടൽ സ്ട്രക്ചറിന് മാറ്റം വരും. 3 മാസം കൊണ്ട് 4 മാസം കൊണ്ട് ഫുൾ ബ്ലഡ് സെൽസ് ന്യൂ ആയിട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ പുതിയ ആക്ടിവിറ്റീസ് വരും. ഓക്കെ. അപ്പൊ എന്തൊക്കെ ബാധിക്കും നമുക്കറിയാം. നാച്ചുറൽ കില്ലർ സെൽസ് ആണ്. എന്താണ് ഇമ്മ്യൂണിറ്റി? ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തോടുകൂടി നിർത്തുക. പുറമേ നിന്നുള്ള അറ്റാക്കിനെ തിരിച്ചറിയണം, ഇതിനെ പ്രതിരോധിക്കണം. അപ്പൊ ഇമ്മ്യൂണിറ്റി എന്നുള്ള വളരെ വൈഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും ഇപ്പൊ അറിയാം കൊറോണ വന്നതുകൊണ്ട്. പക്ഷെ ഇമ്മ്യൂണിറ്റി പുറത്തുള്ളതിനെ തിരിച്ചറിഞ്ഞ് ഇതിനെ അറ്റാക്ക് ചെയ്യണം. ചില ഇമ്മ്യൂണിറ്റി എന്താണെങ്കിൽ അറ്റാക്ക് ചെയ്ത സംഭവത്തെ സ്റ്റോർ ചെയ്ത് വെക്കും, മെമ്മറി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു സിനിമാ കഥയല്ല പറയുന്നത്. പക്ഷെ സിനിമാ കഥയെ വെല്ലുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ ഇംഗ്ലീഷ് പിക്ചറൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ, ഫൈറ്റ്. ഇതിനേക്കാൾ വെല്ലുന്ന രീതിയിലുള്ള പ്രവർത്തനം 24 മണിക്കൂർ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് എത്ര പേർക്കറിയാം? ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ മൈൻഡിന്റെ ഭാവം മാറിയില്ലേ? നമ്മൾ കുറച്ചുകൂടെ സ്മൈൽ ആവില്ലേ? ഞാൻ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും. ഞാൻ എന്താണ്? ഈ ബ്രീത്ത് പുറത്തേക്ക് പോയി അകത്തേക്ക് വന്നില്ലെങ്കിലോ ഫിനിഷ്. രാത്രി കിടന്നു രാവിലെ എണീറ്റില്ലെങ്കിലോ ഫിനിഷ്. അപ്പൊ ഞാൻ ആരാണ്? കിട്ടുന്ന ദിവസങ്ങളൊക്കെ ഗിഫ്റ്റാണ് ഇവിടെ. അപ്പൊ ഒരു കാരണവശാലും ഞാൻ നിങ്ങളുടെ ആരോഗ്യം ഉണ്ടാക്കി തരാന്ന് പറയുമ്പോൾ എനിക്ക് നാളെ തന്നെ എനിക്ക് ഗ്യാരണ്ടി ഇല്ല. എന്റെ കാര്യത്തിൽ നാളെ ഞാൻ ഉണ്ടാകുമോ? എനിക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഞാൻ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെ മാറ്റിത്തരും? പക്ഷെ ട്രൈ ചെയ്യാം. റിസൾട്ട് കൊടുത്താൽ അവർ ഓപ്പൺ ആവും. പിന്നെ നമ്മൾ ആവശ്യമുള്ള സപ്ലിമെന്റ് മാത്രം കൊടുക്കും. പലരും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ ശാപം എന്താണെങ്കിൽ വെറും 1500 രൂപ കൊണ്ട് ആശ്വാസം കിട്ടേണ്ട ഒരു അസുഖത്തിന് ഇവരതൊരു 15,000 രൂപയുടെ പാക്കേജ് ആക്കി കൊടുക്കും. അപ്പൊ എന്താ സംഭവിക്കുക? അവരുടെ ലാഭം കൂടും, അവരുടെ PV കയറും, അവരുടെ BV കയറും.
പക്ഷെ എന്ത് സംഭവിക്കുന്നു? ഇതൊരു നെഗറ്റീവാണ്. അപ്പൊ സത്യസന്ധരായിട്ട് ചെയ്താൽ മതി. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സ്മൈൽ എന്ന് പറഞ്ഞാൽ സത്യസന്ധതയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ആത്മാർത്ഥതയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, സ്നേഹത്തിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പൊ പോളിസികൾ മുറുകെ പിടിക്കും. പൈസ ഉണ്ടാക്കാം, പൈസയെ പറ്റി ചിന്തിക്കേണ്ട. അറ്റോമിയുടെ കൂടെ നിൽക്കാൻ തയ്യാറാണോ? പൈസയെ പറ്റി ചിന്തിക്കേണ്ട. കാരണം ക്വാളിറ്റി പ്രൊഡക്ട്സ് കമ്പനി ഉണ്ടാക്കി, അവിടെ നമുക്ക് ടെൻഷൻ അടിക്കണം. അപ്പൊ തൈറോയിഡ് ക്യാൻസർ വന്നാൽ നമുക്കറിയാം, സെക്കൻഡറീസ് ഒക്കെ വരണമെങ്കിൽ ബോണിലേക്ക് വരും, അത് ബ്രെയിനിലേക്ക് പോകും, ഒരു കാരണവശാലും തിരിച്ചു കിട്ടില്ല. തൈറോയിഡ് ക്യാൻസർ വന്നിട്ട് ഇതേപോലെ 3ാമത്തെ TNM ക്ലാസിഫിക്കേഷൻ 3rd സ്റ്റേജിൽ ഒരു ലേഡിയുടെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ്? ഹെമോഹിം കഴിച്ചവര് ഫുൾ ക്യൂർ ആയില്ലേ? ലാസ്റ്റ് കൊറിയയിൽ നടന്നിട്ടുള്ള നമ്മളുടെ ഓൺലൈൻ പ്രോഗ്രാമില് ഒരു ലേഡി എന്താണ്, ഒരു തുണി അലക്കി വൃത്തിയാക്കുന്ന വേല ചെയ്യുന്ന സാധാരണക്കാരിയായിട്ടുള്ള ഒരു ലേഡി ഹസ്ബൻഡായിട്ട് കൂടെ സ്റ്റേജിൽ ഒന്ന് സംസാരിച്ചു അല്ലേ? ക്രൗൺ ഡയമണ്ടോ മറ്റോ. അവർക്ക് ആ സ്റ്റേജിൽ തന്നെ കിട്ടിയത് എത്രയാ? 2 കോടി 6 കോടി എത്ര വലിയൊരു ഫിഗറാണ് കിട്ടിയത്. അവരുടെ ഹസ്ബൻഡ് പാരലൈസ് ചെയ്തു പോയി, തളർന്നു പോയി. ഈ ഹസ്ബൻഡല്ലേ നമ്മുടെ സ്റ്റേജിൽ കൂടെ നിന്ന് സംസാരിച്ചത്. എന്താണ് അതിന്റെ സീക്രട്ട്? എങ്ങനെയാണ് അവർ ക്യൂർ ആയത്? വെരി സിമ്പിൾ. അറ്റോമിയുടെ സപ്ലിമെന്റ് അല്ല ഉപയോഗിച്ചത്. അവരുടെ മകൾക്കും ഇതുപോലെ ക്രോണിക് ഡിസീസ് അല്ലേ വന്നത്. ഒരു സ്റ്റാഫ് നേഴ്സ്, അവരിപ്പോൾ ഹോസ്പിറ്റലിൽ എല്ലാ ഡിസീസും മാറി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അപ്പോ ഇത് നമ്മൾ ഉപയോഗിച്ച അനുഭവം കിട്ടേണ്ടത് ഓക്കെ. പക്ഷേ നമുക്ക് ഹിസ്റ്ററി പരിശോധിച്ചാൽ ഒരുപാട് ടെസ്റ്റിമോണിയൽ റിപ്പോർട്ട്സ് നമുക്കുണ്ട്. ഇനി രോഗികൾ സമൂഹത്തിൽ ഉണ്ടോ എന്നറിയണമെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഇതിനോടൊരു ടേസ്റ്റ് വേണം. ദയവ് ചെയ്ത് സുഹൃത്തുക്കളെ, കൂടുതൽ ഹെൽത്തിനോട് താല്പര്യപ്പെട്ടാൽ ബിസിനസ് ഓപ്പണിംഗ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ആകെ 24 മണിക്കൂർ ഒരു ദിവസമുള്ളൂ. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത്ര കണ്ട് സാധ്യതയാണ് നമുക്ക്. ഈവൻ ഈ കേരളത്തിൽ മാത്രം നോക്കിയാലും, ഇന്ത്യയിൽ നോക്കുകയാണെങ്കിലോ വളരെ വലിയ സാധ്യതയാണ്. ഇനി ഇന്ത്യയിൽ മാത്രമാണോ? നമുക്കറിയാം ഇന്റർനാഷണൽ ലെവലിലല്ലേ നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഹെമോഹിം ഒറ്റ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കീഴടക്കാൻ പറ്റും. അടുത്ത പ്രോഡക്റ്റ് എന്താണ്? വൈറ്റമിൻ സി. നമ്മുടെ വൈറ്റമിൻ സിയുടെ പ്രത്യേകത എന്താണ്? കളേർഡ് വൈറ്റമിൻ സി. കളറിന് അട്രാക്ഷൻ ഉണ്ടോ? കളറിന് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ കയ്യിൽ കാണിച്ചു, വെറും കളർ വെച്ചുകൊണ്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതൊരു മോഡ് ഓഫ് ട്രീറ്റ്മെന്റ്. അപ്പൊ ഇവിടെ കളർ എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ട് ഫ്രൂട്ട്സിലെ കളർ, ചുവപ്പ്, മഞ്ഞ, വെളുപ്പ്, പച്ച, ഇത്തരം കളറുകൾ. അപ്പൊ ആ ഓരോ കളറുകളും നമുക്ക് എന്താണ്? എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്. വൈറ്റമിൻ സിയുടെ പ്രസൻസ് നമുക്കറിയാം. എന്തിനാണ്? ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യാൻ. ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യാൻ വൈറ്റമിൻ സി അത്യാവശ്യമാണ്. ഇവിടെ ഒരു വീഡിയോ നമുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ എന്നോട് ചോദിക്കണം, നമ്മളുടെ വൈറ്റമിൻ സി എന്താണ് എന്ന് എനിക്ക് എന്റെ ബന്ധുവിനെ കാണിച്ചു കൊടുക്കാൻ ഉള്ള വീഡിയോ എവിടെയാണ്? എനിക്ക് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, എന്തുകൊണ്ട് എനിക്ക് തന്നില്ല എന്ന് ചോദിക്കാം. 1 മാസമായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് അപ്ലൈനോട് ചോദിച്ചോളൂ, എന്തുകൊണ്ടാണ് എനിക്ക് ഇതുവരെ വീഡിയോ കാണിച്ചു തരാതിരുന്നത്. ഓക്കെ, ഈ വീഡിയോയിൽ കാണിക്കുന്നത് എന്താ? വളരെ സിമ്പിൾ ആയിട്ട് നമ്മളുടെ ബ്ലാക്ക് ടീ പോലെ 2 ഗ്ലാസ് 3 ഗ്ലാസ്സിൽ ബ്ലാക്ക് ടീ പോലെ എന്താണ് ഒഴിച്ചത്? പച്ചവെള്ളത്തില് ബെറ്റാഡിൻ അയോഡിൻ സൊല്യൂഷൻ ഒഴിച്ചിരിക്കുക. ഈ അയോഡിൻ സൊല്യൂഷനിൽ സാധാരണ ചെറുനാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച്, മൂസമ്പി, ഇതിലെല്ലാം വൈറ്റമിൻ സി ഉണ്ട്. ഇതൊക്കെ പിഴിഞ്ഞൊഴിക്കുമ്പോൾ അതിന്റെ കളർ ചെറുതായിട്ട് മങ്ങുന്നുണ്ട്. പക്ഷേ 1/2 ഗ്രാം പോലും ഇല്ലാത്ത നമ്മളുടെ അറ്റോമിയുടെ വൈറ്റമിൻ സി 1/2 ഗ്രാം പോലും തികയില്ല. ജസ്റ്റ് ഗ്ലാസിനകത്തേക്ക് വീണപ്പോൾ എന്ത് സംഭവിച്ചു? ഫുള്ളി ട്രാൻസ്പാരന്റ് കളറായി എന്നുള്ളതാണ്. കണ്ണീര് പോലത്തെ വെള്ളമായി എന്നുള്ളതാണ്. എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി എന്താ സംഭവിച്ചത്? അയോഡിൻ എന്ന് പറഞ്ഞ കണ്ടന്റിനെ വൈറ്റമിൻ സി അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡ് അയോഡിനെ അയോഡൈഡായിട്ട് മാറ്റി എന്നുള്ളതാണ്. അയോഡൈഡായിട്ട് മാറ്റുമ്പോൾ എന്താണ്? കളർലെസ്, കളറില്ല. അയോഡിൻ 2I- കളർലെസ് ആയി. അപ്പോ എത്ര കണ്ട് വൈറ്റമിൻ സിയുടെ പ്രസൻസ് ഉണ്ടോ അത്ര കണ്ട് അയോഡിൻ അത് ഇല്ലാതാക്കും. അപ്പൊ നമ്മളുടെ പ്രോഡക്റ്റ് അങ്ങനെ ക്ലിനിക്കലി അറിയാവുന്ന ഒരു ടെസ്റ്റ് കാണിച്ചു കൊടുത്താൽ പിന്നെ അതിൽ പരം എന്തെങ്കിലും വേണോ? അത്രയും എഫക്റ്റീവ് ആണ് നമ്മുടെ വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കളറോട് ചേരുമ്പോൾ പല രീതിയിലുള്ള ഓർഗൻസ്, ഇപ്പോ കളർ ലെവലിൽ പറയുകയാണെങ്കിൽ ഷുഗർ പേഷ്യൻസിനെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് യെല്ലോ, ഹ്യൂമിഡിറ്റി കളറാണ്. സ്പ്ലീൻ ആൻഡ് പാൻക്രിയാസ്, സ്പ്ലീൻ സ്റ്റൊമക്ക് ആണ് അതിനകത്ത് ഇൻവോൾവ്മെന്റ് വരുന്നത്. ആക്ച്വലി ഷുഗർ എന്ന് പറയുന്നത് പാൻക്രിയാസിന്റെ ഇഷ്യൂ അല്ല. എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾ പറയണ്ട,
അനുഭവത്തിലാണ് പറയുന്നത്. നമ്മൾ ഒട്ടുമിക്ക ഷുഗർ പേഷ്യൻസിനും 30 ദിവസം കൊണ്ട് മാറ്റം കാണിച്ചു കൊടുക്കും. ഇപ്പൊ നമ്മൾ നിലവിലെ രീതിയിൽ അത് നമ്മൾ പാൻക്രിയാസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല, ലിവർ, സ്പ്ലീന്, ചെറുകുടൽ, ഈ 3 കാര്യത്തെ ആരോഗ്യപ്പെടുത്തിയാൽ നിങ്ങൾ പാൻക്രിയാസിനെ തൊട്ടില്ലെങ്കിലും ഷുഗർ ഡൗൺ ആവും. മീൻസ് ഷുഗർ നോർമൽ ലെവലിലേക്ക് വരും. അപ്പോ സംഭവം മനസ്സിലായോ? നമ്മൾ ആധുനിക രീതിയിലുള്ള സയൻസും ടെക്നോളജിയും പഠിച്ചു. ഓക്കെ, നല്ലതാണ്, ഒന്നും മോശമല്ല കേട്ടോ. അലോപ്പതി വളരെ നല്ലതാണ്. പെട്ടെന്നൊരു എമർജൻസി ഏത് കേസ് വന്നാലും ഏറ്റവും ബെറ്റർ അലോപ്പതിയാണ്. പക്ഷെ ക്രോണിക് ആയിട്ടുള്ള കേസുകൾ, നീണ്ടു നിൽക്കുന്ന ചികിത്സയിൽ അലോപ്പതി എത്ര കണ്ട് ഹെൽപ്പ് ആകും എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യും. മനസ്സിലാവും നിങ്ങൾക്ക്. ഒരു ഷുഗർ പേഷ്യന്റ് എത്ര വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നു, ഒരു കൊളസ്ട്രോൾ പേഷ്യന്റ് എത്ര വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നു. അപ്പോ ഈ വൈറ്റമിൻ സി ഏത് പേഷ്യന്റിനും, ഷുഗർ പേഷ്യന്റ് ഇമ്മ്യൂൺ സിസ്റ്റം എന്തായിരിക്കും, ആസ്മ പേഷ്യന്റ് ഇമ്മ്യൂൺ സിസ്റ്റം എന്തായിരിക്കും. അപ്പൊ വൈറ്റമിൻ സി ആഡ് ചെയ്താൽ വളരെ എഫക്റ്റ് ആണ്. ഈ വൈറ്റമിൻ സിയുടെ ആ ടെസ്റ്റിമണി, ആ ഒരു എന്താ പറയാ, നമ്മുടെ ടെസ്റ്റ് ഉണ്ടല്ലോ, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കാണാത്തവർ. ഇനി കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കണം. ഇതിൽ എന്താ സംഭവിച്ചത്? നമ്മുടെ അറ്റോമിയിലുള്ള വൈറ്റമിൻ സിയുടെ പവർഫുൾ ആയിട്ടുള്ള പ്രസൻസ് നാച്ചുറലാണ്. ഈ പ്രസൻസ് അയോഡിനെ കംപ്ലീറ്റ് അവിടുന്ന് അയോഡൈഡ് ആക്കി മാറ്റിയത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മുടെ വൈറ്റമിൻ സി എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒമേഗ 3 നേരത്തെ സൂചിപ്പിച്ചു. ഒരു വെള്ളം പോകുന്ന പൈപ്പില് ചെറുതായിട്ട് അഴുക്കുകൾ വന്നു എന്ന് വിചാരിക്കാം. വഴുവഴുപ്പുള്ള അഴുക്കുകൾ വന്നു, അതവിടെ വന്നു, അതിന്റെ വലിപ്പം കൂടി ചെറിയ തരികളൊക്കെ അതിൽ വന്ന് പിടിച്ചു. അങ്ങനെ വന്ന് വർഷങ്ങൾ അതിലെ വെള്ളം പോകുമ്പോൾ അവസാനം പൈപ്പിലൂടെ വെള്ളം പോകാതാവും. ഇതല്ലേ സ്ട്രോക്ക് എന്ന് പറയുന്നത്. തലച്ചോറിലേക്കുള്ള ഞരമ്പിലേക്ക് ചെറിയൊരു കട്ടിപ്പ് വന്നു, ഒരു ദിവസം കൊണ്ട് മനസ്സിലായില്ല, 2 ദിവസം കൊണ്ട് മനസ്സിലായില്ല, വർഷങ്ങൾ എടുത്തപ്പോൾ കംപ്ലീറ്റ് ബ്ലോക്കായി അവിടേക്ക് രക്തം എത്താതെ വന്നപ്പോൾ എന്ത് സംഭവിച്ചേ? നമ്മൾ പാരലൈസ് ചെയ്തു എന്നൊക്കെ പറയും. ഒരു ദിവസം കൊണ്ടാണോ? അല്ല. അപ്പൊ വെൽനസ് പഠിച്ച ഒരാളെ സംബന്ധിച്ച് ഒരു വ്യക്തിയുടെ തള്ളവിരൽ കിട്ടിക്കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ തലയിൽ എവിടെയാണ് സർക്കുലേഷൻ പ്രോബ്ലം ഉള്ളത്. 2 മിനിറ്റ് വേണ്ട, 30-40 സെക്കൻഡ് മതി. 40 സെക്കൻഡ് കൊണ്ട് ഇത്രയും ഏരിയയിൽ പരിശോധിച്ചാൽ നമുക്ക് അവരോട് പറയാം, നിങ്ങളുടെ തലയുടെ ഇന്ന ഭാഗത്ത് ചെറിയൊരു ഓക്സിജന്റെ കുറവുണ്ട്, വേറെ പേടിപ്പിക്കേണ്ട. അപ്പൊ അദ്ദേഹം അവിടെ തപ്പി നോക്കുമ്പോൾ കറക്റ്റ് ആണ്, ഇവിടെ വേദന കൂടുതൽ, അതേ പോയിന്റ് ഇവിടെ എനിക്ക് വേദനയില്ല. നമ്മൾ പറഞ്ഞു ഇവിടെയാണെങ്കിൽ അവിടെ ഒന്ന് പ്രസ് ചെയ്യാൻ പറയണം, പ്രസ് ചെയ്തു, ഇതേ പ്രഷർ ഇവിടെ കൊടുക്കാൻ പറയണം, ഇവിടെ നോ പ്രോബ്ലം, ഇവിടെ പെയിൻ. ഈ പേഷ്യന്റ് ഞെട്ടിപ്പോയില്ലേ? അവരുടെ തലയുടെ അകത്തുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. സിമ്പിൾ. അഡ്വൈസ് ചെയ്യാം. എന്താണ് നമ്മുടെ ഒമേഗ 3, എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്? ഇതൊരു മരുന്നല്ല. നിങ്ങൾ ഫിഷ് കറി കഴിക്കുന്ന പോലെ ഇത് 2 ജെല്ല് ദിവസം കഴിച്ചോളൂ. ഇനി ഹാർട്ടിന്റെ കഥപ്പുണ്ടോ? ജസ്റ്റ് ഈ ഒരു പോയിന്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആ പോയിന്റിൽ നമ്മൾ ഫീൽ ചെയ്തു, ഓക്കെ ഇവർ ഹാർട്ടിന് കഥപ്പുണ്ട്, നാക്ക് നോക്കിയാൽ മനസ്സിലാകും. നമ്മൾ അവരോട് ചോദിക്കാം, നിങ്ങൾ നടക്കുമ്പോൾ കിതപ്പ് എങ്ങനെയാണ്? അവർ ശ്രദ്ധിച്ചിട്ടില്ല. നാളെ ശ്രദ്ധിക്കൂ. ശ്രദ്ധിച്ചപ്പോൾ കിതപ്പുണ്ട്. ഉടനെ വിളിക്കും, ഓ സുധാകരൻ നീ പറഞ്ഞ ശരിയാണല്ലോ, എനിക്ക് നടക്കും, ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിരുന്നില്ല, പക്ഷെ മകള് പറയാറുണ്ട് ഫോൺ ചെയ്യുമ്പോൾ അച്ഛൻ എന്താണ് ഇങ്ങനെ കിതയ്ക്കുന്നതെന്നുള്ളത്. ഇതെന്താ, എങ്ങനെയാണ് നീ പറഞ്ഞത്? ഓക്കെ, അത് വിഷയമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് തുടക്കത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണമെങ്കിൽ കണ്ടോളൂ, അതല്ലെങ്കിൽ നമ്മളിൽ ചില ടെക്നിക്കൊക്കെ ഉണ്ട്, നിങ്ങളത് ഉപയോഗിച്ച് നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഉപയോഗിക്കില്ലേ? ഒരാഴ്ച കഴിഞ്ഞ് ഇതേപോലെ നടക്കാൻ പറയൂ, അദ്ദേഹത്തിന് കിതപ്പ് കുറഞ്ഞു. സംഭവം മനസ്സിലായോ? ഇത് നമുക്ക് ലാഭം കിട്ടാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് എന്താണ്? ഒരു അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ പോയാൽ ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ലേ, ലിമിറ്റേഷൻ കൊണ്ട് പറയേണ്ട കാര്യങ്ങൾക്ക്. ഓക്കെ, എന്തായാലും മനസ്സിലാക്കുക, ഒരു അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ പോയി എന്താകും എന്നുള്ളത് അനുഭവമുള്ളവർ മനസ്സിലാക്കുക. അപ്പോൾ പരമാവധി അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ നമ്മുടെ ഒമേഗ 3 നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇനി അസുഖമില്ലാത്ത ഒരാൾക്ക് കഴിച്ചുകൂടെ? ധൈര്യമായിട്ട് കഴിക്കാം. എന്തൊക്കെ ഗുണം കിട്ടും? അവരുടെ ഹെയർ ഹെൽത്തി ആകും, കാഴ്ച ബ്രൈറ്റ് ആകും, അവരുടെ മെമ്മറി ബ്രൈറ്റ് ആകും, അവരുടെ ടെൻഷൻ കുറയുന്നു, സ്ലീപ്പ് നന്നാകുന്നു, ഭംഗി കൂടുന്നു, 100% ബ്യൂട്ടി കൂടും. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒമേഗ 3 നമുക്ക് റെക്കമെൻഡ് ചെയ്തുകൂടെ? സാധ്യത നോക്കൂ, അതിന്റെ PV എത്രയാണ്? ഇത് നമ്മൾ ഒരു ഉപകാരത്തിലേക്കല്ല ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ്സിൽ PV കയറാനാണോ ചെയ്യുന്നത്? അല്ല. ആണെങ്കിൽ കൂടെയും അത് ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ആവും. അപ്പൊ ഒമേഗ 3 ഒരു കാരണവശാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞ 10ലധികം വർഷമായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സംഭവമാണ്.
ഈ മുടി കൊഴിച്ചിലുള്ളവർക്ക് പോലും ഇത് കൊടുത്താൽ റിസൾട്ടാ, 2 ആഴ്ച കൊണ്ട് റിസൾട്ടാ. സോറിയാസിസ് പേഷ്യന്റിന് റിസൾട്ടാണ്. പക്ഷെ കോമ്പിനേഷൻ ഉണ്ട്, ആ കോമ്പിനേഷൻ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അടുത്തൊരു പ്രോഡക്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ, അപ്പൊ നമ്മൾ പറഞ്ഞു ഹാർട്ടിന്റെ ആരോഗ്യത്തിന്, സ്കിന്നിന്റെ ആരോഗ്യത്തിന്, ബോണിന്റെ ആരോഗ്യത്തിന്, ജോയിന്റ്, മുട്ടുവേദന, ജോയിന്റിൽ ഫ്ലൂയിഡ് ഇല്ല, ഇരുന്നെണീക്കുമ്പോൾ ശബ്ദം, ഇതെല്ലാം സിനോവിയൽ ഫ്ലൂയിഡ് ലെസ് ആകുമ്പോൾ വരുന്ന പ്രശ്നമാണ്. അതിന് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് പ്രോബയോട്ടിക്. വെരി പവർഫുൾ, നമുക്ക് പരിചയമില്ലാത്തതും ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ടൂൾസ് ആണ്. അസുഖം ആരംഭിക്കുന്ന എവിടെ നിന്നാണ്? അതിന് മുൻപായിട്ട് ചോദിക്കട്ടെ, ഇപ്പൊ 1 മണിക്കൂറായി നമ്മൾ പ്രോഗ്രാം തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞ ടൈം കഴിഞ്ഞു. ഇനി ഞാൻ വിചാരിക്കുന്ന ഒരു 10 മിനിറ്റോടെ എനിക്ക് വേണം. ഒന്നുകിൽ ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം, അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യാം. എന്റെ പ്രോഗ്രാം സജഷൻ പറഞ്ഞാൽ നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു. ഇനിയിപ്പോ വിശന്നിട്ട് എന്നെ പ്രാവരുതിട്ടോ, ഞാനും ഭക്ഷണം കഴിച്ചിട്ടില്ല, നിങ്ങളെ പോലെ തന്നെയാണ്, നിങ്ങൾ വീട്ടിലിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ ശല്യപ്പെടുത്തിയെന്ന് പറയരുത്. ഓക്കെ, അപ്പോ പ്രോബയോട്ടിക് എന്താണ്? പ്രോബയോട്ടിക്കിന്റെ അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാല്, 10 മിനിറ്റോടെ കഴിഞ്ഞ സാറ് കംപ്ലീറ്റ് ചെയ്ത് വൈൻഡപ്പ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. അപ്പോ പ്രോബയോട്ടിക്കിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, അസുഖം ആരംഭിക്കുന്നത് വയറിൽ നിന്നാണ്. ഇത് ആരാ പറഞ്ഞത്? ആയുർവേദം. നമ്മൾ മലയാളികളാണ് കേട്ടോ. ആയുർവേദം പറയും, അത് 100% കറക്റ്റ് ആണ്. ഒരു ഷുഗർ പേഷ്യന്റ്, ഏത് പേഷ്യന്റ് നോക്കിയാലും അവരുടെ അബ്ഡോമൻ കറക്റ്റ് ആവും. ഓക്കെ, അപ്പൊ ഒരു വ്യക്തിയുടെ വയറ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്. അതൊന്നും ഞാൻ എവിടേക്ക് എത്തുന്നില്ല. നമുക്ക് വീണ്ടും സാഹചര്യം ഉണ്ടെങ്കിൽ കൂടാം. സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ടെസ്റ്റ് ചെയ്യാം നമ്മുടെ ഡൈജഷൻ കറക്റ്റ് ആണോ എന്നുള്ളത്. ഓക്കെ, ലിവർ കറക്റ്റ് ആണോ, ഡൈജഷൻ കറക്റ്റ് ആണോ എന്നൊക്കെ വീട്ടിൽ ചെക്ക് ചെയ്യാവുന്നുള്ളൂ. 1 രൂപയുടെ ചെലവില്ല, 5 മിനിറ്റ് മതി. അപ്പൊ വയറ് കറക്റ്റ് ആയാൽ ആരോഗ്യം കറക്റ്റ് ആവും. അപ്പൊ ഗട്ട് ബാക്ടീരിയസ് 2 ടൈപ്പ് ആണ്. എല്ലാതും 2 ടൈപ്പാണ്. രാത്രി പകല്, നല്ലത് ചീത്ത, ആണ് പെണ്ണ്, അല്ലെ? 2 എന്ന് പറഞ്ഞ പോലെ ബാക്ടീരിയ നല്ലത് ചീത്ത. പ്രോബയോട്ടിക് നല്ല ബാക്ടീരിയ. എപ്പോഴും ഏതാണ് മുൻപിൽ നിൽക്കാൻ സാധ്യത? ചീത്ത. യെസ്. അപ്പൊ ഈ എന്തെങ്കിലും സാഹചര്യം വന്നാല് പ്രോബയോട്ടിക്കിന്റെ അളവ് കുറയുമ്പോൾ മോശം ബാക്ടീരിയ ആധിപത്യം സ്ഥാപിക്കും. ഈ പ്രോബയോട്ടിക്കിന്റെ അളവ് കൂട്ടാൻ എന്താ മാർഗം? നോ രക്ഷ. അങ്ങനെ കഴിച്ചുകൊണ്ടൊന്നും പ്രോബയോട്ടിക് കൂടില്ല. ഇവിടെയാണ് നമ്മുടെ അറ്റോമിയുടെ പ്രോബയോട്ടിക്കിന്റെ ഇമ്പോർട്ടൻസ്. ഞാൻ ചോദിക്കട്ടെ, 50-50 ബാലൻസിൽ നിൽക്കുമ്പോൾ നോ പ്രോബ്ലം. ഓക്കെ, ഈ നല്ല ബാക്ടീരിയ 50-ൽ നിന്ന് 40-ലേക്ക് പോന്നാൽ മോശം ബാക്ടീരിയ 60 ആയില്ലേ? ഇത് 30-ലേക്ക് പോകുന്നത് 70 ആയില്ലേ? ഇതാണ് ടോട്ടൽ 100 ആണ്. അപ്പൊ എന്താ സംഭവിക്കുക? മോശം ബാക്ടീരിയ ഉയർന്നു നിന്നാൽ. അപ്പൊ നമുക്ക് നല്ലതിനെ ഉയർത്തണമെങ്കിൽ പ്രോബയോട്ടിക് വണ്ടർ പ്രോഡക്റ്റ് ആണ്. 24 മണിക്കൂറിനുള്ളിൽ ചേഞ്ചസ് കണ്ടു. അതിന്റെ വിലയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്തായാലും പ്രോബയോട്ടിക് ഞാൻ എന്റെ ട്രീറ്റ്മെന്റ് ഫീൽഡിലേക്ക് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ അറ്റോമിയിൽ നിന്ന് ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിരിക്കും, മനസ്സിലാക്കണം. അപ്പോൾ വയറ് ശരിയാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഈവൻ മെന്റൽ, ലിവർ ബ്രെയിൻ ചാനലുണ്ട്. ലിവർ എന്തിനെ ബാധിക്കും? ബ്രെയിനിനെ ബാധിക്കും. സിമ്പിൾ എക്സാമ്പിൾ ആണ്, നമ്മൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ എന്തിനെ ബാധിക്കുക? ലിവറിനെ. ഇത് എവിടെ ബാധിക്കും? ബ്രെയിനിനെ. ഓക്കെ, അതുകൊണ്ടല്ലേ വെളിവില്ലാതൊക്കെ വരുന്നത്. അപ്പോ എന്ന് പറഞ്ഞ പോലെ ഓരോ ഓർഗൺ, ഇപ്പൊ നമ്മുടെ കിഡ്നി ആണെങ്കിൽ നമ്മളുടെ എല്ലുകളെ, പല്ലുകളെ ഒക്കെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഈ ഭയം എന്ന് പറയുന്ന ഇമോഷൻ കിഡ്നിയായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈവനിങ് 3 to 7, 3 മണിക്കും 7 മണിക്കും ഉള്ളിൽ ആർക്കെങ്കിലും ഭയം കൂടുതൽ ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ കിഡ്നി പോയി എന്നല്ല കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിൽ വാക്കുകൾ മനസ്സിലാക്കണം. കിഡ്നി മെറീഡിയന്റെ ആരോഗ്യം കുറഞ്ഞു, അത്രയേ ഉള്ളൂ. കിഡ്നിയുടെ ആരോഗ്യം കുറഞ്ഞു എന്ന് ഞാൻ പറയില്ല. കിഡ്നി മെറീഡിയന്റെ എനർജി ലെവൽ കുറവാണ്, 100% ഗ്യാരണ്ടി. ഫിയർ ഫാക്ടർ കൂടും, ഭയം കൂടും. ഈ സമയത്ത് മാത്രമല്ല, ടോട്ടൽ ഭയം കൂടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭയം കൂടുതലുണ്ടെങ്കിൽ അപ്പൊ കിഡ്നിക്ക് വേണ്ട കാര്യങ്ങൾ, ആരോഗ്യം ഉണ്ടാവാൻ വേണ്ട ഭക്ഷണങ്ങൾ, കാര്യങ്ങളൊക്കെ, അല്ല ചികിത്സയ്ക്ക് പോകണം എന്നല്ല പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രോബയോട്ടിക് മനസ്സിലായല്ലോ. ഏറ്റവും നല്ല ബാക്ടീരിയസ് ആണ്. അതിൽ മെയിൻ ആയിട്ട് 2 എണ്ണം കാണുന്നു, ലാക്ടോബാസില്ലസ് ആൻഡ് ബിഫിഡോ ബാക്ടീരിയ. ഇതാണ് നല്ല, കുറെ ഉണ്ടെങ്കിലും 2 എണ്ണം. അതിപ്പോ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത് അമ്മപ്പാലിൽ നിന്നാണ്. അതാണ് മോഡേൺ ഇതില് ലൈഫ് സ്റ്റൈലില് കുട്ടികൾക്ക് പാല് കൊടുക്കില്ല, അമ്മമാര് പാൽ അധികം കൊടുക്കില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ധാരാളം കൊടുക്കും. അപ്പൊ ഈ സാധനം വേറെ പൈസ കൊടുത്താൽ കിട്ടാവുന്നതല്ല. പക്ഷെ ഭാഗ്യത്തിന് നമ്മളുടെ അറ്റോമിയിൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രോബയോട്ടിക്സ് വരുന്നുണ്ട്. പ്രീബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഈ നല്ല ബാക്ടീരിയക്കുള്ള ഭക്ഷണമാണ്. അത് നമ്മൾ കഴിച്ച് ദഹിക്കാത്ത കാർബോഹൈഡ്രേറ്റ് ഒക്കെ പ്രീബയോട്ടിക് ആയിട്ട് മാറും. ഓക്കെ,
അപ്പൊ പ്രോബയോട്ടിക്. പിന്നെയുള്ളത് നമുക്ക് മിൽക്ക് തിസിൽ. മിൽക്ക് തിസിൽ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം ചെടിയാണ്. നമ്മുടെ ഒറ്റമൂലി പോലെ ഇവിടെ കീഴാർനെല്ലി എന്നൊക്കെ പറയും. അതുപോലെ ഉള്ളൊരു പ്രൊഡക്റ്റ് ആണ് മിൽക്ക് തിസിൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ലിവറിന് വളരെ സപ്പോർട്ടീവ് ആണ്. ലിവറിന്റെ കേസിൽ വളരെ സപ്പോർട്ടീവ് ആണ്. വേറൊരു കാര്യം, 30 വയസ്സ് കഴിഞ്ഞ 100 ചെറുപ്പക്കാരെ നിങ്ങൾ സ്കാൻ ചെയ്താൽ 95 പേരുടെ ലിവറിലും ചേഞ്ചസ് ഉണ്ട്. അൾട്രാസൗണ്ട് സ്കാനിങ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് ബന്ധുക്കളുടെ വേണമെങ്കിൽ റിപ്പോർട്ട് എടുത്ത് നോക്കിക്കോളൂ. ഏറ്റവും അവസാനം ഇംപ്രഷൻ എന്ന് എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ വേലയ്ക്ക് ഒന്നും നോക്കണ്ട, ഒന്നും മനസ്സിലാവില്ല, മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ മനസ്സിലാവില്ല. പക്ഷെ ഇംപ്രഷൻ എന്ന് കട്ടിയിൽ എഴുതിയിട്ട് അവസാനം ഒരു 3-4 ലൈൻസ് ഉണ്ടാവും. അത് മാത്രം വായിക്കുക. ലിവർ ചേഞ്ചസ്, ഹെപ്പാറ്റോമെഗാലി, ഫാറ്റി ലിവർ, ഗ്രേഡ് 1, ഗ്രേഡ് 2 എക്സെട്ര, എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷം അതിലുണ്ടാവും. അപ്പൊ ലിവറിന്റെ ഹെൽത്ത് കുറഞ്ഞാൽ ഡോറ് ലോക്ക് ചെയ്യാതെ വീടിനകത്ത് കിടന്നുറങ്ങുമ്പോഴുള്ള സേഫ്റ്റി കുറവ്. കള്ളൻ വരുമെന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷെ കള്ളന് വരാൻ എളുപ്പമാണ്. എന്ന് പറഞ്ഞ പോലെ അൺഹെൽത്തി ലിവർ ആണെങ്കിൽ രോഗിയാവുമെന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷെ രോഗിയാവാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് ഐലുറ്റീൻ. ഐലുറ്റീൻ എന്ന് പറയുമ്പോൾ ഇത് മെക്കുലർ ഡീജനറേഷൻ, ചികിത്സിച്ചാൽ ഭേദമാകാത്തൊരു സംഭവമാണ്. ഡീജനറേഷൻ, നശിച്ചു പോവാണ്. മാക്യൂള, കണ്ണിനകത്തുള്ള മാക്യൂള നശിക്കുകയാണ്. തിമിരം, കാറ്ററാക്ട്, നോ പ്രോബ്ലം, സർജറി ചെയ്ത് മാറ്റാം, മറ്റു പ്രശ്നങ്ങൾ മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ഗ്ലോക്കോമ, കണ്ണിനകത്തെ പ്രഷർ കൂടും. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പ്രത്യേകിച്ച് ഡയബറ്റീസ് ആണെങ്കിൽ കണ്ണിനകത്ത് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ബ്ലഡ് ചീറ്റി പോകും. ലേസറാണ് ട്രീറ്റ്മെന്റ്, പക്ഷെ ലേസറിന് പരിമിതികളുണ്ട്. വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. ലേസർ 3-4 തവണ ചെയ്താൽ പിന്നെ ലേസറും ഫലിക്കാതെ. അപ്പൊ എന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് അവസാനിക്കുകയാണ്. ഇവിടെ ഐലുറ്റിൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുന്നില്ല. മാക്യുലർ ഡീജനറേഷൻ ഒഴിവാക്കി കൂടെ അഡ്വാൻസ് ആയിട്ട് വന്നതിന് ശേഷം പരിഭ്രമിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അറിവുണ്ടെങ്കിൽ ഷുഗർ പേഷ്യൻസ് നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എത്രയോ മെമ്പേഴ്സ് ഉണ്ട്. സാധ്യത കുറവുണ്ടോ? ആവശ്യക്കാർ കുറവുണ്ടോ? ആവശ്യക്കാർ ആവശ്യം പോലെയുണ്ട്, പ്രോഡക്റ്റ് ആവശ്യം പോലെയുണ്ട്, പക്ഷെ ഇതിനെ ബന്ധിപ്പിക്കാനുള്ള നോളേജ് അവിടെ ഇല്ല. ഓക്കെ, ഇനി എന്താണ് ഹോങ് സാംധാൻ? ഇതൊരു റയർ പ്രോഡക്റ്റ് ആണ്. ഇതിൽ കുട്ടികൾ ആരും ഇല്ലല്ലോ, ഒക്കെ മെച്യൂർ ആയിട്ടുള്ള ആളുകളല്ലേ. ഓക്കെ, കുട്ടികൾ ആരും ഇല്ല എന്ന് വിചാരിക്കട്ടെ. അത് വെച്ചുകൊണ്ട് പറയാണ്, ഞാൻ പറഞ്ഞു ആക്ച്വലി ഒരു ഹ്യൂമൻ ലൈഫ് എന്ന് പറയുമ്പോൾ ഫാമിലി ലൈഫ്, ആ ബോണ്ടിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലി ലൈഫ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. അങ്ങനെ 40 വയസ്സ് കഴിഞ്ഞ് ഫാമിലി ലൈഫിലൊക്കെ നമുക്ക് വിചാരിച്ച സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത വ്യക്തികൾക്ക് റെഡ് ജിൻസങ് വേൾഡ് ഫേമസ് ആണ്. റെഡ് ജിൻസങ് വേൾഡ് ഫേമസ് ആണ്. ഇത് കിട്ടാൻ വളരെ പ്രയാസമാണ്. കാരണം കൊറിയയിലാണ് ഇതിന്റെ ഉത്ഭവം, സൗത്ത് കൊറിയയിൽ. വളരെ റെയർ പ്രോഡക്റ്റ് ആണ്. ഈ സാധനം കിട്ടാനായിട്ട് അനവധി ആളുകൾ കാത്തിരിക്കുകയാണ്. റെഡ് ജിൻസങ്, നമുക്കറിയാം അറ്റോമിക് കമ്പനി ഒരിക്കലും ഒരു കളവ് പറയില്ല. റെഡ് ജിൻസങ് ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ റെഡ് ജിൻസങ് അതിനകത്ത്. ബുദ്ധിയുള്ള ആളുകൾക്ക് ഇത് മാത്രം മാർക്കറ്റ് ചെയ്യാൻ അനന്തമായ സാധ്യത. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അഭിലാഷ് സാറിനോട് ചോദിക്കുക, അല്ലെങ്കിൽ അജയ് സാറിനോട് ചോദിക്കുക, അല്ലെങ്കിൽ ഷിബിത് സാറിനോട് ചോദിക്കുക, വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഓക്കെ, പേര് മറക്കണ്ട, ഹോങ് സാംധാൻ. ഓക്കെ, അങ്ങനെ തന്നെ പറയാം കേട്ടോ. പിന്നെ നമുക്ക് എന്താണ്, ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ് ഒക്കെ അഭിലാഷ് സാർ വണ്ടറായിട്ട് ഡെമോ അടക്കം കാണിച്ചിട്ടുള്ളതാണ്. വെരി പവർഫുൾ. ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. അവസാനം കിട്ടിയ സാപാൾമെറ്റോ, ഇതൊക്കെ ഉച്ചരിക്കണമെങ്കിൽ നമ്മൾ ഒരാഴ്ച കോഴ്സിന് പോകേണ്ടി വരും, ഇതിന്റെ പേരൊക്കെ പറയണമെങ്കിൽ. ഓക്കെ, അപ്പൊ സാപാൾമെറ്റോ എന്ന് പറയുന്ന സംഭവം പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് വെരി യൂസ്ഫുൾ. ഒറ്റ വാക്ക് പറയാം, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ അസുഖം വന്നാൽ, ഒരു ക്യാൻസർ പോലത്തെ അസുഖം വന്നാൽ അത് തിരിച്ചു മാറി ആരോഗ്യപരമായിട്ട് മാറുക എന്നുള്ളത് വെരി ഡിഫിക്കൽട്ട്. മാറില്ല എന്നുള്ള വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാത്തത്. പക്ഷെ അത്രയും ഡിഫിക്കൽട്ടാണ്, വളരെ പ്രയാസമാണ്. ഇവിടെ ബിസിനസ് ഒന്നും നോക്കരുത്. നിങ്ങളുടെ ആർക്കെങ്കിലും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ, ഇപ്പൊ ഞാൻ പറഞ്ഞ 10 മിനിറ്റായി. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ പറ്റി പറയണമെങ്കിൽ മാത്രം 5 മിനിറ്റ് വേണം. ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ സിംറ്റംസ് പറയേണ്ടി വരും. അതിന് 5 മിനിറ്റ് കൂടെ അഡീഷണൽ വേണ്ടി വരും. ഷുവർ സർ കണ്ടിന്യൂ ചെയ്തോളൂ. കാരണം ഇതൊരു അവസരമാണ്. അറ്റോമിയിൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാവർക്കും ഒരു അവസരമാണ്. ഇനി അവസാനം ഞാൻ ഭക്ഷണം കഴിക്കാതെ എന്റെ വയറ് പൊരിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ പ്രാക്കൊക്കെ കേൾക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. ഓക്കെ, തുടരാം. നോ പ്രോബ്ലം.
ശരി. അപ്പോ സാ പാൾമെട്ടോ എന്ന് പറയുമ്പോൾ ഇതൊരു പ്രോഡക്റ്റിന്റെ പേരൊന്നുകൂടെ. അയ്യോ, ഞാൻ തന്നെ 4 ദിവസം പ്രാക്ടീസ് എടുത്തിട്ടാണ് പറയുന്നത് കേട്ടോ. സാ പാൾമെട്ടോ, SAWPALMETTO, സാ പാൾമെട്ടോ. അത് അവിടുത്തെ കൊറിയൻ സ്ലാങ്ങിലാണ്. അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമ്മളതാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, സ്പെല്ലിംഗ് കിട്ടിയല്ലോ, സാ പാൾമെട്ടോ. SAW, സോ, സാ പാൾമെട്ടോ. ഇത് ഒരു നമ്മളുടെ എന്താ പറയാ അലോവേരയുടെ ഒക്കെ വിഭാഗത്തിൽ പെടുന്ന ഇങ്ങനെ വരുന്ന ഇലകളുള്ള ഫാൻ ലീഫി ട്രീ എന്നാണ് പറയാ. ഫാനിന്റെ ഇതളുകൾ പോലത്തെ ലീഫുള്ള ഒരു ട്രീ ആണ്. അതിന്റെ ആയുസ് എന്ന് പറയുന്നത് 600 വർഷമാണ്. ഇത് നമ്മുടെ മുള ബാമ്പു പോലൊക്കെ തീയിട്ട് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ശക്തിയാവും, തീയിനെ എതിർക്കാൻ ശക്തിയുള്ളതാണ് സാ പാൾമെട്ടോ. അത് മാത്രമല്ല, അതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 5 തരം സ്പെഷ്യൽ എക്സ്ട്രാക്റ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഞാനത് തയ്യാറാക്കിയിരുന്നു, പേജ് തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു യൂട്യൂബിൽ അതിൻ്റെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് ഗുണമെന്ന് ചോദിച്ചാല്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ പ്രശ്നം തുടക്കത്തിലേ നമുക്ക് കാണിക്കും. ഭാഗ്യവശാൽ 99% പേർക്ക് മനസ്സിലാവില്ല. എന്ത് മനസ്സിലാവില്ല? ഇത് പ്രോസ്റ്റേറ്റിന് കുഴപ്പമാണ്. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. പ്രോസ്റ്റേറ്റിന്റെ കുഴപ്പം ആരംഭിക്കുന്നത്, പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആണുങ്ങളിൽ മാത്രം കാണുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ സിംറ്റം അടിക്കടി മൂത്രം ഒഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, അതൊരു 50 വയസ്സ് കഴിഞ്ഞാലാണ് പതിവ്. ഇപ്പൊ 30 വയസ്സ് കഴിഞ്ഞാലും ഇത് തുടങ്ങും. കാരണം മനസ്സിലായല്ലോ, 30 വയസ്സ് കഴിഞ്ഞവർക്കും കോമൺ ആയിട്ട് പ്രോസ്റ്റേറ്റ് ഇഷ്യൂ വരുന്നുണ്ട്. ഇതും നമ്മുടെ സെക്ഷൽ ആയിട്ടുള്ള ഇതിനെ ബാധിക്കും. അപ്പോൾ ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കേണ്ട ഒരു സിംറ്റം, മൂത്രം പിടിച്ചു നിർത്താൻ പറ്റായിക, കംപ്ലീറ്റ് ഒഴിഞ്ഞു പോവായിക. ക്ലിയർ ആയല്ലോ? ഇതാണ് മെയിൻ സിംറ്റം. പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ അകത്ത് കാണുന്ന ഗ്ലാൻഡ് ആണ്, പുറത്ത് കാണുന്നതല്ല കേട്ടോ. കാരണം പലരും തെറ്റിദ്ധരിക്കും, പ്രോസ്റ്റേറ്റിൻ്റെതാണോ എന്നൊക്കെ പറയും. പുറത്തേക്കുള്ളതല്ല, കാണാൻ സാധിക്കില്ല. ഇത് മൂത്രസഞ്ചിയെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ബീൻ പോലെയുള്ള സംഭവമാണ്. അപ്പൊ ഇത് എന്താ പറയുക, ഇത് പ്രോസ്റ്റേറ്റ് ആണെങ്കിൽ അതിന് നടുക്കിലൂടെയാണ് മൂത്രത്തിന്റെ ട്യൂബ് വരുന്നത്. ഇതെല്ലാം ഉള്ളിലാണ് കേട്ടോ, ശരീരത്തിന് ഉള്ളിലാണ്. അപ്പോ ഈ നടുക്ക് നിൽക്കുന്ന സംഭവം വീർത്ത് കഴിഞ്ഞാൽ ഇത് അമരും, ഇങ്ങനെ ഗ്യാപ്പ് കുറയും. ഗ്യാപ്പ് കുറഞ്ഞാൽ ഈ ഗ്യാപ്പിലൂടെ പോകുന്ന മൂത്രത്തിന്റെ യൂറിത്ര എന്ന് പറയും. ഞാൻ മലയാളത്തിൽ പറയാൻ കേട്ടോ. ഓക്കെ, യൂറിത്ര എന്ന് പറയുന്ന മൂത്രവള്ളി. അപ്പൊ ഈ മൂത്രവള്ളി ഇത് പിടിച്ചമർത്തും. ഇത് പ്രസ് ചെയ്യുമ്പോൾ എന്താവും, യൂറിൻ പിന്നെ കറക്റ്റ് ആയിട്ട് ഇതിൽ പോവോ? ഇല്ല. മനസ്സിലായോ? ഇത് 2 എൻഡാണെങ്കിൽ ഇതിനെ നടുക്കൂടെ പോകുന്നു. ഇതിനെ പിടിച്ചമർത്തി കഴിഞ്ഞാൽ യൂറിൻ മുഴുവനായിട്ട്. അപ്പൊ ബ്ലാഡറില് 150 മില്ലി യൂറിൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എത്രയുണ്ടെങ്കിൽ അത് എംറ്റി ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എംറ്റി ആവില്ല. ഒരു 40-50% ആകുമ്പോൾ അവിടെ നിൽക്കും. പിന്നെ പെട്ടെന്ന് ബ്ലാഡർ കംപ്ലീറ്റ് ആവും, നിറയും. അപ്പൊ അപ്പോഴേ നമുക്ക് മൂത്രം ഒഴിക്കാൻ തോന്നും, മിക്സിലേഷൻ ഫീലിംഗ് വരും. അപ്പൊ അടിക്കടി മൂത്രം ഒഴിക്കാൻ തോന്നും, പക്ഷെ മൂത്രം കംപ്ലീറ്റ് ആയിട്ട് മിക്സിലേറ്റ് ചെയ്ത് പോവില്ല. റെസിഡ്യുവൽ യൂറിൻ ഉണ്ടാവും ബ്ലാഡറിനകത്ത്. അപ്പൊ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കാണിക്കും, നിങ്ങളുടെ യൂറിനറി ബ്ലാഡറിൽ റെസിഡ്യുവൽ യൂറിൻ ഇത്ര, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ തിക്നെസ് ഇത്ര. അപ്പോ സ്കാനിങ് വേണ്ട, ഒന്നും വേണ്ട. രാത്രി നിങ്ങൾ 2-ൽ കൂടുതൽ തവണ മൂത്രം ഒഴിക്കാൻ പോകുന്നുണ്ടോ? നിങ്ങൾക്ക് യൂറിൻ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി കുറവുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കണം തോന്നുന്നുണ്ടോ? ഈ പറഞ്ഞ പോലെ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും ഡിക്രീസ് ഉണ്ടോ? ടോട്ടൽ എനർജിയാണ്, നമ്മുടെ ടോട്ടൽ എനർജിയാണ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഹ്യൂമൻ ബീങ്, ഒരു മനുഷ്യനെ സംബന്ധിച്ച്, പുരുഷനെ സംബന്ധിച്ച് പുരുഷന്റെ എനർജി കൂടിയാണ് പ്രോസ്റ്റേറ്റ്. പ്രോസ്റ്റേറ്റിന് അസുഖം വന്നാൽ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തുടക്കത്തിലെ ട്രീറ്റ് ചെയ്ത് ഈസിയായി മാറ്റിക്കൂടെ? ഓക്കെ, സിമ്പിൾ ഒരു ടെക്നിക്ക് കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നം ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യില് മോതിരവിരല്, നടുവിരല്, ഈ ഒരു പോയിന്റ് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും താഴേക്ക് നന്നായിട്ട് അമർത്തി കൊടുത്താൽ ഭയങ്കര കടച്ചിലുണ്ടാവും. ഓക്കെ, ഇനി ഇതിലൊരു മോക്സ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, ചൂട് കൊടുക്കാനായിട്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആവില്ല. അപ്പൊ ദോശക്കല്ലോ എങ്ങനെയെങ്കിലും നല്ല തുണി ചൂടാക്കിയിട്ട് പൊള്ളാത്ത രീതിയിൽ ഇവിടെ വെച്ചു കൊടുക്കും. ഓക്കെ, ഒരു 1/2 മിനിറ്റ് വെച്ചു കൊടുക്കുക. ഒരു 5 കുരുമുളക് എടുത്തിട്ട് ഈ തുമ്പത്ത് വരാവുന്ന രീതിയിൽ മെഡിക്കൽ ടാപ്പ് വെച്ച് ഒട്ടിക്കുക. 24 മണിക്കൂർ ഇരുന്നോട്ടെ. ഇടയ്ക്കിടെ ഓരോ മണിക്കൂറിലും അമർത്തി കൊടുക്കുക. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പ്രോസ്റ്റേറ്റിന്റെ കാര്യങ്ങൾക്ക് മാറ്റം. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് 24 അവേഴ്സിൽ അതിന് മാറ്റം വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവം വെരി സിമ്പിൾ ടെക്നിക്കിലൂടെ ഒരു മാറ്റം വന്നാൽ, വരുത്തി കൊടുത്താൽ, അയാൾ നമ്മളെ വിളിക്കുമല്ലയോ?
ഉടനെ വിളിക്കും. പിന്നെ പറയാം, സുഹൃത്തെ, പെർമനന്റ് ആയിട്ട് മാറിപ്പോണമെങ്കിൽ, നല്ലൊരു ആശ്വാസം കിട്ടണമെങ്കിൽ നല്ലൊരു സപ്ലിമെന്റ് ഉണ്ട്, സപ്പൾമാറ്റോ എന്ന് പറഞ്ഞ പേര്, ഇങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഇത് ഉപയോഗിച്ചാൽ ഇവരുടെ സ്ട്രെങ്ത്തും വളരെയധികം വർദ്ധിക്കും. ഇവരുടെ തോട്ട് ഫോം, ചിന്തകൾ വരെ മാറ്റം വരും. കാരണം പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ടോട്ടൽ ഓൾ ഓവർ ബോഡിയെ ബാധിക്കും. അപ്പോൾ ഇനിയും അനവധി പ്രോഡക്ട്സുകൾ ഉണ്ട് നമുക്ക്. പക്ഷെ നമുക്കത് സംസാരിക്കാനുള്ള സമയം കാര്യമായിട്ടില്ല. എന്തായാലും 1 മണിക്കൂർ എന്ന് പറഞ്ഞുകൊണ്ട് 1:50 ഞാൻ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ 85 മെമ്പേഴ്സ് ഉണ്ട്, വലിയ കുഴപ്പമില്ല. എന്തായാലും ലൈറ്റ് ആയിട്ട് വന്ന മിടുക്കന്മാരായിട്ടുള്ള ലീഡേഴ്സിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ എന്റെ ഭാഗത്തുനിന്നുണ്ട്. ടൈം പങ്ക്ച്വാലിറ്റി ദയവ് ചെയ്ത് കീപ്പ് ചെയ്യാം. നിങ്ങൾ സാധാരണ 50,000 1 ലക്ഷം ഒന്നും വാങ്ങിക്കേണ്ട വ്യക്തികളല്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ക്രോഴ്സ് ഓഫ് റുപ്പീസ് നമ്മുടെ അക്കൗണ്ടിൽ വരും. പൈസയൊന്നും നമുക്കൊരു 5ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും. 2023, 2024 ക്യാഷ് വിഷയമല്ല. ഇന്ന് നമ്മൾ 5000 എന്ന് പറഞ്ഞ് മരിച്ചു വീഴും, 50,000 എന്ന് പറഞ്ഞ് ഞെട്ടിപ്പോകും. പക്ഷെ 2023 ഈ ഇരിക്കുന്ന ലീഡേഴ്സിന് ക്രോഴ്സ് ഓഫ് റുപ്പീസ് അല്ല അവിടെ ഇമ്പോർട്ടൻസ്.